ഇന്ന് രാത്രിയിൽ ഈ തുടർന്നുള്ള 2 മണിക്കൂർ സമയം നാം ദൈവതൃപാദത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധന്റെ കൃപയുടെ മറവിൽ നാം ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമെന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കണമെന്നായി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ രാജാ പാസ്റ്റർ ഇപ്പോഴെ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഇപ്പോഴെ ആരംഭിക്കുന്നതായിരിക്കും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവതൃപാദത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ രാജാ പാസ്റ്റർ ഇപ്പോഴെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലവൻ വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗരാജാവേ, മനോഹരമായ നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദിവസനെ കടന്നു വരുവാൻ പിതാവേ അങ്ങ് സഹായിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ വ്യാഴാഴ്ച വരെ കർത്താവ് ഞങ്ങളെ നടത്തില്ലോ, പരിപാലിച്ചല്ലോ, അതിന് നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ദൈവവചന പഠനത്തിനായി ഞങ്ങൾ സമയം വേർതിരിക്കുന്നല്ലോ കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവവചനത്തിൻ്റെ ആഴമേറിയ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകൾ എടുക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് പുതിയ മർമ്മങ്ങളാൽ കർത്താവ് ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവ് കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, നിത്യതയുടെ അവകാശത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അറിയുവാനും, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാനും, ഹല്ലേലൂയ, അതിലുള്ള കർത്താവ് മർമ്മങ്ങൾ ഗ്രഹിക്കുവാനുള്ള ദൈവകൃപ അപ്പം ഞങ്ങൾ മേൽ പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം പാടുവാനും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ക്ലാസ് എടുക്കുവാൻ ഞങ്ങളുടെ അഭിഷക്തനെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കും. ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷക്തനായി സ്തോത്രം. ദാസനെ പ്രാർത്ഥിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലം വീണ്ടും പരിശുദ്ധാത്മാ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണത്തിലായിരിക്കുവാൻ പിതാവെ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയായി ഞങ്ങളുടെയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇത് രാത്രിയിൽ പരിശുദ്ധന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ മുറ്റുമായി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ തൃപ്പാദത്തിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നാം അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കൂടിയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മൾ അനുഭവിക്കണം. അതിനായി നമ്മുടെ ഫിന്നി ബ്രദർ ഇന്ന് രാത്രിയിൽ പാട്ടിന് വേണ്ടി നമ്മെ സഹായിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപ്പാദത്തിലായിരിക്കാം. തുടർന്ന് നടക്കുന്ന ഒരു അരമണിക്കൂർ സമയം കർത്താവിന്റെ സന്നിധിയിൽ പാടി നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ബൈബിൾ വചന പഠനത്തിന്റെ 6ാമത്തെ ആഴ്ചക്കാലം പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ പ്രകാരം ഒരുമിച്ച് സുമിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയ നല്ല കൃപയ്ക്കായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ വീണ്ടെടുപ്പിനെ കർത്താവിനെ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതികൾക്ക് യോഗ്യനായ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്നാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാലൊക്കെ നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവത്തിൻ്റെ ദൈവപ്രകാരമാണ് പറഞ്ഞത്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി പ്രാപിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കൃപ വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന്, അത്യന്ത ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് എത്ര പേർക്ക് എന്ന് പ്രാരംഭ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്കൊന്ന് പാടി സ്തുതിക്കാം. ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമേത് വർണ്ണിപ്പനാവിനാൽ സാധ്യമില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമേത് വർണ്ണിപ്പനാവിനാൽ ആവാതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ നിന്നിൽ പകർന്നൊരു ശക്തി ഇത്.
കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. നിന്ദകളേറിടും വേളകളിൽ പഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം എന്നിടും നാം തങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്ദകളേറിടും വേളകളിൽ പഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം കരുതുന്നവേ തങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 പകർന്നൊരു ശക്തി. ഹല്ലേലൂയ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ഉറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിന് കൂടെ വരൂ. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയം എനിക്കേശുകില്ല. ഉറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയം എനിക്കേശുകില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ കൃപയാണ് കൃപയാണ് നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാൽ ആവാതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാൽ സാധ്യമില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ഹല്ലേലൂയ ജയ
ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്നേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. മണ്ണിലല്ലേ നിത്യവാസമെന്നേശു മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലേ നിത്യവാസമെന്നേശു മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ കാത്തിടുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ ഞാനീ വേഗം വരും, രാജരാജനായി വാണിടുവാ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപ പകരുന്ന നമ്മുടെ കർത്താവ്, ഉയരത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് നമ്മളെ താങ്ങുവാൻ നടത്തുവാൻ ശക്തനായ ആ ദൈവത്തെയാണ്, ഹല്ലേലൂയ, ആ കർത്താവിനെയാണ് നാം ഇന്ന് സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരുൾ തിങ്ങുന്ന പാതകളിൽ, കരൾ വിങ്ങുന്ന വേളകളിൽ പ്രൈസ് ദി ലോർഡ് അരികിൽ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന പ്രൈസ് ദി ലോർഡ് ആ കർത്താവിനെ, നല്ല പിതാവിനെ, ഹല്ലേലൂയ. ഏതൊരു ആപത്തിലും ഏതൊരു കൂരിരുളിലും നമ്മളെ നടത്തുവാൻ ശക്തനായ നമ്മുടെ ദൈവം, പ്രൈസ് ദി ലോർഡ്. എത്ര നല്ലവനായ ആ പിതാവിനെ, പ്രൈസ് ദി ലോർഡ്, എത്ര പേർക്ക് സന്തോഷത്തോടെ ഒന്ന് സ്തുതിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ രുചിച്ചറിയുവാൻ ഇന്ന് പകൽ, ഇന്ന് രാത്രി കാലം ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എല്ലാ ഭാരങ്ങളും ചുമക്കുന്ന പ്രൈസ് ദി ലോർഡ്
എന്നും താങ്ങി നമ്മളെ നടത്തുന്ന ആ കർത്താവിനെ എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും ഭർത്തൻ തൻ ഭാരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം ഭർത്തൻ തൻ ഭാരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കൊന്നും ദൈവമത്രേ. പ്രത്യാശയോടെ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കൊന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കൊന്നും ദൈവമത്രേ. പരിശുദ്ധ കർത്താവേ, നല്ല സമൃദ്ധരായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാരംഭ നിമിഷങ്ങളിൽ പ്രകാരം കർത്താവിനെ പാടി സ്തുതിക്കുവാൻ അൽബന്ധറയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ താങ്ങി നടത്തുന്ന നല്ല കൃപയ്ക്കായി, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ബന്ധം സംസാരിപ്പാൻ ദാസനെ ബലപ്പെടുത്തണം, അധികാരത്തോടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിവിധയിടങ്ങളിൽ ഞങ്ങളിരുന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ അപ്പച്ചൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല ഈ രാത്രി സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ ഈ വലിയ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 6ാമത്തെ ദിനത്തിലേക്കാണ് നമ്മളായിരിക്കുന്നത്. സകല മഹത്വവും കർത്താവിന്. കഴിഞ്ഞ 5 ദിവസത്തെ ക്ലാസ്സുകളും ദൈവസഭയ്ക്ക് അനേകർക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനും ക്ലാസ് എടുക്കുവാനും കർത്താവിന്റെ അഭിഷിക്തൻ അനിയൻ വർഗീസിനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഈ രാത്രിയിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. പല ഇടങ്ങളിൽ നിന്നായി പലരും കടന്നു വന്നിട്ടുണ്ട്. ഒമാനിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പലരും ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഈ രാത്രിയിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ അഭിഷിക്തൻ കർത്താവിന്റെ അനിയൻ വർഗീസ് അവറുകൾ നമ്മളോട് വചനത്തിൽ കൂടെ സംസാരിക്കും, ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപ്പാദത്തിലായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അവസാന സമയം നമുക്ക് അതിനൊരു 10 മിനിറ്റ് കർത്താവിന്റെ ദാസൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി കർത്താവിന്റെ ദാസൻ തരുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവതൃപ്പാദത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചോളും. അനിയൻ വർഗീസ്. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഷാർജ ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ദൈവവചന പഠനത്തിൽ വിവിധ
രാജ്യങ്ങളിൽ നിന്നായി സംബന്ധിക്കുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ, വളരെ ബഹുമാനത്തോടെ വന്ദനവും സ്വാഗതവും അറിയിക്കുകയാണ്. Praise the Lord. കർത്താവ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ആവശ്യമായ സന്ദേശം തന്നു. ഇതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നും നമുക്ക് വിനയത്തോടെ കർത്താവെ സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ഇന്ന് സ്മുർന്ന സഭയ്ക്കുള്ള ദൂതാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് 1-ാം അധ്യായവും തുടർന്ന് എഫെസോ സഭയ്ക്കുള്ള ദൂതും നമ്മൾ അല്പമായിട്ട് ലളിതമായിട്ട് പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ അടുത്ത സഭ എന്ന നിലയിൽ സ്മുർന്ന സഭയ്ക്കുള്ള ദൂത് വായിച്ച് ലളിതമായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ദൂത് മുഴുവൻ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല. നമ്മൾ മുൻപോട്ട് പോകുമ്പോഴേ അറിയുള്ളൂ. ദൈവം നമ്മെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കട്ടെ. പ്രാരംഭമായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള 4 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചു നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഓർക്കയുണ്ടായി, ഓരോ സഭയ്ക്കുള്ള ദൂതും 5ആയി വിഭജിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒന്നാമത് യേശുക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുന്നു. അതാണ് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. അതിനെ തുടർന്ന് അവർക്ക് എന്തെങ്കിലും, ആ സ്ഥലം സഭയ്ക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ പറയുന്നു. ഇവിടെ നന്മയുണ്ട്, അതാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്. അടുത്ത് അവർക്ക് എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ പറയുന്നു. ഈ സ്ഥലം സഭയെ സംബന്ധിച്ച തിന്മയൊന്നും പറയാനായിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നാലാമതായിട്ടുള്ളത് അവർക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നു, പ്രബോധനം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ 10-ാം വാക്യത്തിൽ കാണുന്നത്. ഒടുവിലായിട്ട് അവർക്കൊരു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. അത് നമ്മൾ 11-ാം വാക്യത്തിൽ കാണുകയാണ്. ഇതാണ് അതിന്റെ വിഭജനം. സ്മുർന്ന സഭയ്ക്കുള്ള ദൂതാണല്ലോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓർക്കയുണ്ടായി 4 വിധത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത് ചരിത്രപരമായി എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ നിലവിലുണ്ടായിരുന്ന ഒരു സഭയാണ് സ്മുർന്ന. ആ സഭയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്തത് പ്രവചനപരമായ പഠനമാണ്. അതനുസരിച്ച് വേദ പഠിതാക്കൾ പറയുന്നത് 2-3 നൂറ്റാണ്ടിലെ സഭകളുടെ ഒരു സ്വഭാവമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും അധികം വിശ്വാസികൾ, ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ട സമയമാണ് 2-3 നൂറ്റാണ്ട്. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചല്ലോ, വിവിധങ്ങളായിട്ടുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സഭയാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ പഠന രീതി എന്ന് പറയുന്നത് എൻ്റെ സ്ഥലം സഭയ്ക്കുള്ള ദൂതാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് ആ നിലയിലാണ് പഠിക്കുന്നത്. 4-ാമത് എനിക്കുള്ള ദൂത്, അതും വളരെ പ്രധാനമായിട്ട് ഈ ഒടുവിൽ പറഞ്ഞ 2 നിലയിൽ വേണം നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കുവാൻ എന്ന് നമ്മൾ ഓർത്തു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, സ്മുർന്ന എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. കയ്പ്. നമ്മള് ചരിത്രപരമായി ഈ സ്മുർന്നയെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ ദേശത്തെ ഏറ്റവും അധികം ഉത്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് മൂര് എന്ന് പറയുന്നത്. മൂര് എന്ന് നമ്മള്
ഉത്തമഗീതത്തിൽ കാണുന്നുണ്ട്. അത് കൂടാതെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാര് തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ കാൽക്കൽ കാഴ്ചവെച്ച 3 വസ്തുക്കളിൽ ഒന്നാണ് മൂര്. പൊന്ന്, കുന്തിരിക്കം, മൂര് എന്ന് പറയുന്നത്. പൊന്ന് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തേത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുന്തിരിക്കത്തിന് മണമില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പ്രയാസം വരും. മണമില്ലാത്തൊരു വസ്തുവാണ് കുന്തിരിക്കം. എന്നാൽ അത് കത്തുമ്പോൾ വലിയ മണവും ഉണ്ട്. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സത്യങ്ങൾ അതിലുണ്ട്. അത് സന്ദർഭോചിതമായി പറയാം. ഇപ്പോൾ ഞാൻ 1-2 കാര്യം മാത്രം ഓർപ്പിക്കാം. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ കോപത്തിൽ വെന്ത് എരിഞ്ഞതിനാലാണ് നമുക്കത് വലിയ സൗരഭ്യമായി, അനുഗ്രഹമായി, സുഗന്ധമായി മാറിയത്. അത് ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കുന്തിരിക്കം കാഴ്ച വെച്ചത്. മൂന്നാമത് മൂര് എന്ന് പറയുന്ന വസ്തുവാണ്. മൂരിന്റെ പ്രത്യേകത ഒന്ന് നമ്മൾ ഓർത്തു, അത് മൂര് കയ്പാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്മുർന്ന എന്ന വാക്ക് വന്നത് തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മൂര് എന്ന വസ്തുവിൽ നിന്ന് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം മൂരിന്റെ പ്രത്യേകത വലിയ കയ്പാണ്. അത് ടേസ്റ്റ് ചെയ്താൽ വലിയ കയ്പാണ്. നമ്മൾ കണ്ടല്ലോ, ഈ സ്ഥലം സഭ വളരെ കയ്പിന്റെ അനുഭവത്തിലൂടെ, കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഭയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മനോഹരമായ ഒരു കാര്യം, ഈ മൂര് എന്ന വസ്തു അതൊരു മരത്തിന്റെ കറയാണ്. അതിന് കയ്പാണ് അതിന്റെ രുചിയെങ്കിലും അത് പൊടിയുമ്പോൾ, തകരുമ്പോൾ ഭയങ്കര സൗരഭ്യമാണെന്നുള്ളതാണ്. അതിന് പൊതുവായി തന്നെ ഒരു സൗരഭ്യമുണ്ട്. എന്നാൽ അതിന് പൊടിക്കും തോറും വളരെ സൗരഭ്യമുള്ളതായിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടപ്പോൾ, ക്രൂശിന് മുൻപുമൊക്കെ തകർക്കപ്പെട്ടപ്പോൾ സൗരഭ്യമാണ് വന്നത്. ഇത് ഈ മൂരിന് വേറൊരു പ്രത്യേകതയുണ്ടത്, രോഗസൗഖ്യത്തിന് ഉപയോഗിക്കുന്നതാണ്, ആശ്വാസത്തിന് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ, നമ്മൾ യെശയ്യാപ്രവചനം 53 കാണുന്നവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായി എന്നത്. ആ തകർത്ത് കളഞ്ഞപ്പോൾ നമുക്കത് അനുഗ്രഹമായി, സൗഖ്യമായി, ആശ്വാസമായി മാറി എന്നുള്ളതാണ്. അത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി 1-2 വാക്യം നമുക്ക് നോക്കാം. ആദ്യം ഉത്തമഗീതം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉത്തമഗീതങ്ങൾ അത് 5-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. ഉത്തമഗീതം 5. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കവിൾത്തടത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അത് സുഗന്ധ സസ്യങ്ങളുടെ തടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഗന്ധ സസ്യങ്ങളുണ്ട്, ഭയങ്കര മണമുള്ള ചെടികൾ ധാരാളമുണ്ട്. നമുക്ക് ഏറ്റവും പരിചയമുള്ളത് തുളസി, അതുപോലെ തന്നെ പനിക്കുറുക്ക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒത്തിരി ഉണ്ട് നമ്മുടെ വീടുകളിൽ തന്നെയുള്ളത്. അത് നമ്മൾ കുനിഞ്ഞൊന്നും മണപ്പിക്കാമെങ്കിൽ അതിന്റെ ഇലയോ തണ്ടോ ഒക്കെ മണപ്പിച്ചാൽ ഒരു മണം ഉണ്ട്. എന്നാൽ ആ ഇല, ആ തണ്ട് നമ്മൾ ഞെരിച്ച് തകർക്കുമ്പോൾ ഭയങ്കര മണമാണ് വരുന്നത്. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ പറ്റിയാണ് ഉത്തമഗീതത്തിൽ ആശയപരമായി പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ കവിൾത്തടം അത് സുഗന്ധ സസ്യങ്ങളുടെ തടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇനിയൊന്ന് വായിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 67-ാം വാക്യമാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലിരിക്കണം. മത്തായി 26-67. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. മതി, അത്രയും മതി. സംഭവം ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ
പുരുഷാരം വാളും വടിയുമായി വന്ന് ഗത്സമനയിൽ നിന്ന് പിടിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവിനെ ഹന്നാവിന്റെ അരമനയിൽ കൊണ്ടുപോയി. അവിടെ കാര്യമായ കാര്യപരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ശേഷം കയ്യഫാവിന്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കള്ളസാക്ഷികളെ വെച്ച് ഇവൻ ദൈവാലയം ഇടിച്ച് കളയുമെന്നും അത് പണിയുമെന്നും ഒക്കെ പറഞ്ഞു എന്ന് കള്ളസാക്ഷി പറഞ്ഞു. കർത്താവ് മിണ്ടാതെ നിന്നു. കയ്യഫാവിന് ദേഷ്യമായി. കയ്യഫാവ് മഹാപുരോഹിതനാണ്. കയ്യഫാവിന് ദേഷ്യമാകുകയും കയ്യഫാവ് നേരിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ഇടയായി. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതുവരെ കർത്താവ് ഈ കള്ളസാക്ഷികൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ കർത്താവ് ഏറ്റവും മൗനമായി നിന്നൊരക്ഷരം പോലും മിണ്ടിയില്ല. എന്നാൽ ഇങ്ങനെ ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തെ കൊണ്ടാണ് ഇട്ട് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു വലിയ കുറ്റമായിട്ട് വരും മതകോടതിയുടെ രീതി അനുസരിച്ച്. അതുകൊണ്ട് കർത്താവ് മൗനം വെടിഞ്ഞു. അവരോട് സംസാരിച്ചു. അതെ, ഞാനാകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അതെ ഞാനാകുന്നു എന്ന് പറയുകയും അതുകൊണ്ട് നിർത്തിയില്ല. ഇനിയും മനുഷ്യപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. ഇത് പറഞ്ഞപ്പോൾ, ഇതെല്ലാം 26-ാം അധ്യായത്തിലുണ്ട്, മത്തായി 26. പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം പിച്ച് ചീന്തുകയും ഇനിയും നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുകയും തുടർന്ന് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അവർ അവന്റെ മുഖത്ത് തുപ്പി എന്നാണ് വായിക്കുന്നത്. ഈ സംഭവത്തോട് അനുബന്ധിച്ച് ആ കൂടിയിരുന്ന പുരുഷാരം മുഴുവൻ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. പുരുഷാരം മുഴുവൻ തന്റെ മുഖത്ത് വെറുതെ തുപ്പുകയല്ല, ദേഷ്യത്തോട്, വിരോധത്തോട്, ഈർഷ്യയോട്, വല്ലാത്ത വെറുപ്പോടുകൂടെ കാർക്കിച്ച് ആ മുഖത്ത് തുപ്പി. ഒരാളല്ല, രണ്ടുപേരല്ല. അവിടെ പുരുഷാരത്തിന്റെ കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും വലിയൊരു പുരുഷാരം 100-300 പേരെങ്കിലും കുറഞ്ഞത് കാണാൻ സാധ്യതയുണ്ട്. അവരിൽ ആവോളം ആ മുഖത്ത് തുപ്പി. അതിനുശേഷം കണ്ണുകെട്ടി കന്നത്തടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അത്രയും മത്തായി സുവിശേഷകനോ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ ഒന്നും അതിലപ്പുറം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകനായ മീഖ ചില കാര്യങ്ങൾ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മീഖയുടെ പ്രവചനം, മീഖ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് 735 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മീഖ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. മീഖ 5:1. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിന്റെ മീഖ പ്രവചനമാണോ വായിക്കുന്നത്? മീഖ 5:1 വായിച്ചേ? 5:1 മീഖ. അതെ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. മീഖ 5 കറക്റ്റാ വായിച്ചു. ഞാൻ അവിടെ വരെ എത്തിയില്ല, അത് കണ്ടാ പറ്റി. കറക്റ്റാ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അതാണ്, ഞാൻ ആ ഭാഗമാണ് അത് എത്താഞ്ഞപ്പോ പെട്ടെന്നൊരു സംശയം. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. ഇത് സുവിശേഷകന്മാരാരും പറഞ്ഞിട്ടില്ല. നമുക്ക് ബൈബിൾ പ്രവചനങ്ങളെ കുറിച്ച് നമുക്കറിയാം, അത് വളരെ കൃത്യമാണ്. അത് അങ്ങനെ തന്നെ ബൈബിളിലെ പ്രവചനത്തിന് വള്ളിപുള്ളി വ്യത്യാസമില്ല, വചനത്തിനേ ഇല്ല. പിന്നെ ബൈബിൾ പ്രവചനവും അതുപോലെ വളരെ കൃത്യമായി സംഭവിക്കണം. അപ്പൊ അവിടെ നോക്കുക, ഇസ്രായേലിന്റെ ന്യായാധിപതി എന്നവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനാത്മാവിൽ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിനെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ വായിച്ചത് അവന്റെ കന്നത്തടിച്ചെന്നേ നമ്മൾ മത്തായി സുവിശേഷകൻ പറഞ്ഞതായി നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ കന്നത്തടിച്ചത് കൈകൊണ്ടല്ല, വടികൊണ്ടാണെന്ന് മീഖ പ്രവചനം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് വടികൊണ്ടടിച്ചത്? പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം, കൈകൊണ്ടടിച്ചാൽ അവർ തുപ്പിയ ശേഷമാണ് ഈ അടിക്കുന്നത്. ആ തുപ്പൽ മുഴുവൻ മുഖത്തുണ്ട്. അവര് തുപ്പിയ തുപ്പലാണെങ്കിലും അവരുടെ കൈകൊണ്ടടിച്ച് ആ കയ്യിൽ തുപ്പൽ പറ്റാൻ അവർക്ക് മനസ്സില്ല. അത്ര വിഷമമുള്ള കാര്യമാണല്ലോ അത്. അതുകൊണ്ടാണ് വടികൊണ്ട് അടിച്ചത്. വടികൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആരും ചെയ്യുന്ന കാര്യമല്ലത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ, നമ്മളെ വിടുവിക്കാൻ കർത്താവ് കടന്നുപോയത് അത്രമാത്രം കഠിനമായ വിഷമങ്ങളിലൂടെയാണ്, കഷ്ടതയിലൂടെയാണെന്നൊക്കെ നമ്മളത് ഓർക്കാൻ
ഈ സമയം ഉപയോഗിക്കുന്നത് നല്ലതാണ്. വടി കൊണ്ട് ചെകിട്ടത്തെ അടിച്ചു എന്നാണ്. ആ ചെകിട് അങ്ങനെ തകർന്നു പോവുകയാണ്. നമ്മുടെ കർത്താവിന്റെ ചെകിട്ടത്ത് വടി കൊണ്ട് അടിക്കുമ്പോൾ അത് സാധാരണ ആരും ചെയ്യുന്നതല്ല, അത്ര ക്രൂരമായ ഒരു കാര്യമാണ്. അത് ചെകിട് തകർന്നു. അങ്ങനെ തകർന്നപ്പോൾ ആ മുഖത്ത് നിന്ന്, ആ അധരങ്ങളിൽ നിന്ന് വന്നത് സുഗന്ധമാണോ ദുർഗന്ധമാണോ എന്ന് ക്രൂശിലെ 1-ാം മൊഴി വെളിപ്പെടുത്തുകയാണ്. അതും അതിനെ തുടർന്നുള്ള സകല കഷ്ടതകളുടെയും അടിസ്ഥാനത്തിൽ കർത്താവ് ക്രൂശിൽ വെച്ച് ആദ്യം സംസാരിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന സുഗന്ധത്തിന്റെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുക. ഈ മൂര് വെളിപ്പെടുത്തുന്ന സത്യം അതാണ്. കയ്പാണത്, പക്ഷേ അത് പൊടിയുമ്പോൾ, തകരുമ്പോൾ വലിയ സുഗന്ധം. നമ്മുടെ കർത്താവിന്റെ കവിൾത്തടം സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. ആ കവിൾത്തടം തകർന്നപ്പോൾ അവന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നത് സുഗന്ധമാണ്. മാത്രമല്ല, നമ്മൾ ഓർത്തു, അത് മരുന്ന് കൂടെയാണ്, ഔഷധ ഗുണമുള്ളതാണ്. അത് വലിയ നമുക്ക് നമ്മുടെ പാപരോഗത്തിന് സൗഖ്യം ലഭിക്കത്തക്കവണ്ണം, ആശ്വാസം ലഭിക്കത്തക്കവണ്ണമുള്ള ഒന്നായിട്ട് അത് ഇരുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ കർത്താവിന്റെ കാൽക്കല 3 വസ്തുക്കളൊക്കെ കൊണ്ട് വെക്കുമ്പോൾ അതിന്റെ പിമ്പിൽ വലിയ ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട് എന്നൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ സ്ഥലം സഭ, മൂര് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ആ സഭയുള്ളത്. ആ സഭയെക്കുറിച്ച് നമ്മൾ കണ്ടു. അവര് ഈ മൂര് പൊടിയുന്നത് പോലെയുള്ള കയ്പിന്റെ അനുഭവത്തിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു സഭയായിട്ടാണ് നമ്മൾ തുടക്കത്തിലെ വായിച്ചത്. എങ്കിലും നമ്മൾ എന്താ കാണുന്നത്? ഒരു തിന്മയും അവരെ കുറിച്ച് പറയാൻ ഇല്ല എന്നുള്ളതാണ്. ഒരു തിന്മയും അവരെ കുറിച്ച് പറയാനില്ല, നന്മ മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവമക്കളാണല്ലോ, ദൈവമക്കളുടെ കൂട്ടത്തെയാണല്ലോ സഭ എന്ന് പറയുന്നത്. ദൈവമക്കൾ ഓർക്കണം, നമ്മള് വിവിധങ്ങളായിട്ടുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, അത് ജീവിത സാഹചര്യങ്ങളിലൂടെ വരുന്നതായാലും മറ്റു വ്യക്തികളിലൂടെ വരുന്നതായാലും, നമ്മൾ വിഷമിക്കപ്പെടുമ്പോൾ, വേദനിപ്പിക്കപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, ഏതൊക്കെ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മിൽ നിന്ന് സുഗന്ധമേ വരാൻ പാടുള്ളൂ. അത് ഓർക്കണം. നമ്മള് കർത്താവിനെ ഉപദ്രവിച്ച്, പീഡിപ്പിച്ച്, ഏറ്റവും കഠിനമായി ദ്രോഹിച്ചവരോട് പോലും കർത്താവിന് ഒരു വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നും പറയുന്നില്ല. പകരം വളരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സുഗന്ധമാണ് വന്നത്. കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചു, ഇതൊക്കെ ചെയ്ത കർത്താവ് പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും ഏതെങ്കിലും നിലയിലൊക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നീ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓർക്കാം, എന്നാൽ ഒരു വാക്ക് പറഞ്ഞു പോകാം. അവര് പിശാചിന്റെ കയ്യിൽപ്പെട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരല്ല ചെയ്യുന്നത്, അവരെ കൊണ്ട് പിശാച് ഇതൊക്കെ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിന്റെ കയ്യിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാനും, അവര് മാനസാന്തരപ്പെടാനും, ദൈവത്തിന്റെ ശിക്ഷയിലേക്ക് അവർ പോകാതിരിക്കാനും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, മറ്റു കഷ്ടതകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് അത് വായിച്ചു നോക്കണം. അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന 2-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത്, ദൈവഹിതപ്രകാരമുള്ള കഷ്ടം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തമുള്ള കഷ്ടം. ചുരുക്കത്തിൽ ദൈവമക്കളായതുകൊണ്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന സകല കഷ്ടങ്ങളും നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ പിറുപിറുപ്പോ ബുദ്ധിമുട്ടോ അസഹിഷ്ണുതയോ ഒന്നും ഉണ്ടാകരുത്. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം അറിഞ്ഞുകൊണ്ട്, ദൈവ പൈതലായ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതാണ് ഈ കഷ്ടത, അതിന്റെ പിൻപിൽ വലിയ നന്മ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹിഷ്ണുതയോടെ നേരിടാൻ ഇടയാകണം. സഹിഷ്ണുതയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കയ്പ് എന്ന് പേരുള്ള ഈ സഭ, സ്മുർന്ന എന്ന് പേരുള്ള ഈ സഭ,
അവര് കയ്പിന്റെ വലിയ അനുഭവത്തിൽ കടന്നുപോയെങ്കിലും അവര് വളരെയധികം നന്മ മാത്രം, തിന്മയൊന്നുമില്ലാതെ നന്മ മാത്രമാണ് അവരിൽ കാണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. വായിച്ചതാണ് നേരത്തെ, നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിക്കാം. 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവവചനം വായിച്ച് കേൾക്കുന്നത് സന്തോഷമാണല്ലോ. വായിക്കാം. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. മതി. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഓർത്തു, ഓരോ സഭയോടുമുള്ള ബന്ധത്തിൽ തന്നെ എങ്ങനെ പരിചയപ്പെടുത്തണമോ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് മിക്കവാറും 1-ാം അധ്യായത്തിൽ തേജോമയനായ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ചിലത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവരോട് പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അത് പറയുമ്പോൾ ഓർക്കണം, അവർ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഇനി വലിയ പ്രയാസങ്ങളും കഷ്ടതയിൽ കടന്നു പോകാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പ്രായം ചെന്ന് മരിച്ചവനായിരുന്നു എന്നല്ല, രോഗം വന്ന് മരിച്ചു എന്നുമല്ല, ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുമല്ല. പകരം മാനവ ജാതിയുടെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി എല്ലാ കഷ്ടതയും സഹിച്ച്, ഇനി ഇതിനപ്പുറമൊന്നുമില്ല, അത്രമാത്രം കഷ്ടത സഹിച്ചു മരിച്ചവനായിരുന്നു ഞാൻ, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ കഷ്ടത പ്രയാസം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്, ഇനിയും ഏറെ കഷ്ടതയൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഞാൻ മരിച്ചവനായിരുന്നു. എങ്ങനെ മരിച്ചു? കഷ്ടം സഹിച്ച്, എല്ലാ കഷ്ടവും സഹിച്ചു മരിച്ചവനാണ് ഞാൻ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്ന് അവരോട് പറയാനുള്ള കാരണം. വീണ്ടും ജീവിച്ചു. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഓർത്തു കാണും, നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. നമ്മള് കർത്താവിനെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിക്കുന്നില്ല, ഓർത്താൽ മാത്രം മതി. പിന്നീട് അതൊക്കെ റെഫറൻസ് കുറിക്കുന്നവർ കുറിച്ചു വെച്ചിട്ട് പിന്നീട് അതൊക്കെ വായിച്ച് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ മുതൽ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, കർത്താവ് അടക്കപ്പെട്ട്, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. 1-ാമത് പത്രോസിന് പ്രത്യക്ഷനായി, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി, പിന്നെ പൗലോസ് പറയണ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, അവരിൽ അനേകർ ഇന്ന് ജീവനോടിരിക്കുന്നു എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ AD 56-ലാണ് ആ ലേഖനം എഴുതുന്നത്. കർത്താവ് AD 30-ലാണ് മരിച്ചതെന്ന് വിചാരിക്കുക, 26 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ധാരാളം പേര് കണ്ടവരിന്ന് ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ അവരെ സാക്ഷികളാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ യാക്കോബിന് പ്രത്യക്ഷനായി, പിന്നീട് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി, ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അങ്ങനെ ജീവിച്ചിരിക്കുന്നു. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു, ആ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്ര സത്യമാണ്. അവിടെ പിന്നെയും നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീണ്ടും ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉയർക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തെന്നുള്ളതാണ്. നമ്മൾക്കറിയാം, കർത്താവിനെ അടക്കിയ കല്ലറയിൽ, അരിമത്യയിലെ യോസേഫിന്റെ പുതിയ കല്ലറയിലാണ് അടക്കിയത്. ആ കല്ലറ വാതുക്കൽ ഒരു മനുഷ്യന് ഒരു തരത്തിൽ 1, 2, 3 മനുഷ്യരൊന്നും ചേർന്ന് പോലും ഉരുട്ടി മാറ്റാൻ വയ്യാത്ത ഒരു കല്ല്, ഘനമേറിയ കല്ല് അവിടെ ഉരുട്ടി വെച്ചു. അത് കാരണം ഇനി അഥവാ ഉയർത്തെഴുന്നേറ്റാൽ തന്നെ, ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാം, തന്നെ ഇന്നത്തെ പുറത്തിറങ്ങാൻ വേദനത്ത് കിടന്ന് പിന്നെയും ചാകണം എന്നുള്ള ഉദ്ദേശമായിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. അത് നിയമപരമായിട്ട് തുറക്കാതിരിക്കാൻ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ചു. പിന്നെ ഇനി ഏതെങ്കിലും ചില 1, 2, 3 ചില ആളുകൾ ചേർന്ന് ആക്രമിച്ചത് തുറന്ന് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടി വലിയ കാവൽ കൂട്ടത്തെ, എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ, ജീവിക്കാതിരിക്കണം എന്ന ലക്ഷ്യത്തിൽ എന്തെല്ലാം ചെയ്യാമോ മാനുഷിക നിലയിൽ അതെല്ലാം ചെയ്തു. റോമൻ ഗവൺമെന്റ്, യഹൂദന്മാർ ചെയ്തു. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ശരിക്ക് കണക്ക് കൂട്ടി നോക്കിയാൽ 3-ാം ദിവസം എന്നുള്ളത് ദിവസക്കണക്ക് നോക്കുമ്പോൾ ശരിയാണെങ്കിലും കർത്താവ് മരിച്ച് 40 ഏതാണ്ട് അതിനടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അങ്ങ് കിഴക്ക് ഉദയ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജസ്സോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെയാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നുപോയാൽ, ചിലപ്പോൾ മരണം സംഭവിച്ചാൽ ഒന്നും കാര്യമാക്കേണ്ട. മരണത്തെ ജയിച്ച് ജീവിച്ചവൻ, ഉയർത്തെഴുന്നേറ്റ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ്. അതാണ്
ഞാൻ മരിച്ചവനായിരുന്നു, തന്നെ തന്നെ പരിചയപ്പെടുത്തണം, ഞാൻ വീണ്ടും ജീവിച്ചു. പിന്നെ പറയുന്നത് ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ആവർത്തിച്ച് കാണുന്നതാണ്. ഇത് 1-ാം അധ്യായത്തിലും കണ്ടതാണ്. ആദ്യനും അന്ത്യനും എന്നുള്ളതിന് ശരിക്കും നമ്മൾ ആശയം എടുത്താൽ ഞാൻ സാക്ഷാൽ ദൈവമാണ് എന്നർത്ഥം അതിനകത്തുണ്ട്. ഞാൻ സർവശക്തനാണെന്നുള്ള ആശയമുണ്ട്. ഞാൻ സർവവ്യാപിയാണെന്നുള്ള ആശയമുണ്ട്. ഞാൻ സർവജ്ഞാനിയാണ് എന്നുള്ള ആശയം. ആദ്യനും അന്ത്യനും എന്നതിൽ ഇതെല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്ന് അത് നമ്മൾ ആഴത്തിലോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം കൂടെ അവിടെ ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓർപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ് എന്ന്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഒരു വചന പഠനമെന്ന നിലയിൽ സന്ദർഭോചിതമായ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 11:2. 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ അവിടുന്ന് ഒരു കാര്യം മാത്രമാണ് ഓർക്കുന്നത്. അവിടെ വായിച്ച് ശ്രദ്ധിച്ചല്ലോ, ക്രിസ്തു എന്ന ഏക പുരുഷൻ. അപ്പോൾ ചുരുക്കത്തിൽ എത്ര ക്രിസ്തുക്കൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം അവിടെ ഉണ്ട്. ഒരൊറ്റ ക്രിസ്തുവേ ഉള്ളൂ. ക്രിസ്തു എന്ന് പറയാവുന്ന ഒരാളേ ഉള്ളൂ. നമുക്കതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ. ക്രിസ്തു എന്ന് പറയുന്നത് മലയാളം വാക്കല്ലത്. അത് ശരിക്കും ഗ്രീക്ക് പദം ട്രാൻസിറ്റലൈസ് ചെയ്ത, ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്നാണ് വാക്ക്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസിറ്റലൈസ് ചെയ്താണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രൈസ്റ്റ് മലയാളീകരിച്ചതാണ്, അല്ലെ മലയാളത്തിലേക്ക് ട്രാൻസിറ്റലൈസ് ചെയ്തതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അത് മലയാളമല്ല, അത് ഗ്രീക്കാണ്. അതിൻ്റെ എബ്രായ പദം എന്ന് പറയുന്നത് മശീഹ എന്നാണ്. ക്രിസ്തു എന്നതിന്റെ എബ്രായ പദം മശീഹയാണ്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശീഹയാണ്. മശീഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്. നമ്മളത് വായിക്കുന്നില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു, അറിയാം പലർക്കും അത്. നമ്മളത് വായിക്കുന്ന ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, അല്ലെ ഛേദിക്കപ്പെടും എന്ന് വായിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ. അപ്പോൾ ഓർക്കണം, ഒരു ക്രിസ്തുവേ ഉള്ളൂ. ആദ്യത്തെ ക്രിസ്തുവും ഈ ക്രിസ്തുവാണ്, അന്ത്യ ക്രിസ്തുവും ഈ ക്രിസ്തുവാണ്. ഞാൻ എന്താ പറയാൻ വരുന്നതെന്നറിയാമോ? പണ്ട് മുതലേ നമ്മള് പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. എതിർ ക്രിസ്തുവിനെ അന്തിക്രിസ്തു എന്ന് പലരും പറയാറുണ്ട്. പണ്ട് മുതൽ അങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു പക്ഷേ അറിഞ്ഞും അറിയാതെയും പറയുന്നത് എതിർ ക്രിസ്തുവിനെ അന്തിക്രിസ്തു എന്നാണ്. ഞാൻ സ്നേഹത്തിലും വിനയത്തിലും ഓർപ്പിക്കുകയാണ്. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അധികം ചിന്തിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞുപോയി. ഒരു കാരണവശാലും എതിർ ക്രിസ്തുവിനെ അന്തിക്രിസ്തു എന്ന് പറയരുത് എന്നുള്ളതാണ്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒടുവിലത്തെ ക്രിസ്തു എന്നാണ്. അത് യേശു ക്രിസ്തു തന്നെയാണ്. ആദ്യത്തെ ക്രിസ്തുവും യേശു ക്രിസ്തുവാ, ഇടയ്ക്കത്തെ ക്രിസ്തുവും യേശു ക്രിസ്തുവാ, ഒടുവിലത്തെ ക്രിസ്തുവും യേശു ക്രിസ്തുവാണ്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒടുവിലത്തെ ക്രിസ്തു എന്നാണ്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിരായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. അതിന്റെ കൂടുതൽ പഠനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കൃത്യമായ വാക്യങ്ങളൊക്കെ ഇതിനുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഓർക്കുക, അത് പറഞ്ഞ് പരിശീലിക്കണം നമ്മൾ. ഇനിയും അങ്ങനെ അന്തിക്രിസ്തു എന്ന് ഈ എതിർ ക്രിസ്തുവിനെ പറയരുത്. അന്തിക്രിസ്തു നമ്മളെ കർത്താവ് തന്നെയാ, വേറെ ക്രിസ്തു ഇല്ല, ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനിയും ഇവൻ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവായിട്ട് വരുന്ന ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തനാണ്. അഭിഷിക്തൻ അവന്റെ മലയാളം പദം, അവൻ അഭിഷിക്തനാണ്, ഒരിക്കലും അല്ല. അതുകൊണ്ട് എതിർ ക്രിസ്തു എന്ന് പറയാം. പിന്നെ വേറെ ഒത്തിരി പേരുണ്ട് അവനെ. എതിർ ക്രിസ്തു എന്ന് പറയാം, ശൂന്യമാക്കുന്നവെന്ന് പറയാം, ശൂന്യമാക്കുന്ന നമ്മളെ എന്ന് പറയാം, അധർമ്മമൂർത്തി എന്ന് പറയാം, അവനെ മൃഗമെന്ന് പറയാം, മറ്റവൻ എന്നൊരു പേരുണ്ട്, എട്ടാമൻ എന്നൊരു, ഇങ്ങനെ ഒത്തിരി പേരുകൾ പുള്ളിക്കുണ്ട്. പക്ഷെ ഒരിക്കലും അന്തിക്രിസ്തു എന്ന് മാത്രം പറയരുത്. ഇത് പഠിപ്പിക്കുമ്പോഴാണ് അത് പറയാൻ സൗകര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ
ആദ്യനും ഞാൻ അന്ത്യനുമാകും. ക്രിസ്തുവാണ് പറയുന്നത്, ഞാൻ ആദ്യൻ, ആദ്യത്തെ ക്രിസ്തു ഞാനാ, ഒടുവിലത്തെ ക്രിസ്തു ഞാനാ, വേറൊരു ക്രിസ്തു ഇല്ല എന്നാണ് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പഠനമാകുമ്പോൾ ഇതൊക്കെ അതത് സമയത്ത് ഓർക്കാനായിട്ട് ഓർക്കുന്നത് നല്ലതും ആണല്ലോ. കർത്താവ് സഹായിക്കട്ടെ. അടുത്തത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അവരുടെ നന്മയെ പറ്റിയാണ്. അപ്പോൾ കർത്താവ് തന്നെ പരിചയപ്പെടുത്തി, ഞാൻ മരിച്ചവനായിരുന്നു പക്ഷെ വീണ്ടും ജീവിച്ചു. പിന്നെ ഞാൻ ആദ്യനും അന്ത്യന, ആ കാര്യത്തിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. താൻ സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണെന്ന് ഓർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അതിലൂടെ അവരെ ആശ്വസിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ സർവശക്തനാണ്, നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നുപോയി അങ്ങ് മരിച്ചെന്നിരിക്കട്ടെ, നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന കർത്താവാണ്, ഞാൻ സർവശക്തനാണ്. രണ്ട്, ഞാൻ സർവ്വവ്യാപിയാണ്, ഞാൻ എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. മൂന്നാമതായിട്ട്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഞാൻ സർവജ്ഞാനം, നിങ്ങളുടെ കഷ്ടം എന്തൊക്കെ വരാൻ പോകും നമ്മൾ കണ്ടല്ലോ. നിങ്ങൾ എന്തൊക്കെ സഹിക്കുന്നു എന്നുള്ളതും സഹിക്കാൻ പോകുന്നു എന്നുള്ളതും എല്ലാം എനിക്ക് അറിയാം. ആ നിലയിൽ അവരെ ധൈര്യപ്പെടുത്തണം. ഇത് നമുക്കും ആശ്വാസമാണ്. നമ്മൾ ഓർക്കണം, ഏത് കഷ്ടതയിലൂടെ പോയാലും കഷ്ടത മാറ്റാൻ, അത് എന്ത് തന്നെയായാലും നമ്മൾ ഓർത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെ, മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന, സർവ ആശ്വാസവും തരാൻ കഴിയുന്ന സർവശക്തനാണ്. പ്രശ്നം എന്തുമാകട്ടെ പരിഹരിക്കാൻ കർത്താവിന് കഴിയും എന്നറിയണം. 2, കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഓർക്കണം. 3, കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നതല്ല. കർത്താവ് അറിഞ്ഞു അനുവദിച്ചുവാണെങ്കിൽ എൻ്റെ പിമ്പിൽ വലിയ ഉദ്ദേശം കർത്താവിനുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് അവരുടെ നന്മയാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യം വായിക്കാം. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അവരുടെ നന്മയാണ് പറയുന്നത്. നിങ്ങളുടെ കഷ്ടത ഞാൻ അറിയുന്നു. എന്താ, നന്മയാണോ എന്ന് ചിന്തിക്കാം ഒരു പക്ഷെ. നമുക്ക് നോക്കാം. 1, ഞാൻ നിങ്ങളുടെ കഷ്ടത അറിയുന്നു, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യം അറിയുന്നു. എന്നിട്ട് ഇടയ്ക്ക് ബ്രാക്കറ്റ് പോലെ പറഞ്ഞത്, വാസ്തവത്തിൽ നിങ്ങൾ ധനവാന്മാരാ, അത് പറയുന്നു. അടുത്തത്, സാത്താന്റെ പള്ളിക്കാര് ആയിട്ടുള്ളവർ നിങ്ങളെ ദുഷിക്കുന്നത് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നന്മയുടെ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, അവര് ക്രിസ്തു നിമിത്തമാണ് ഇതെല്ലാം സഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നന്മയായിട്ട് വരുന്നത്. അവർ കഷ്ടം സഹിക്കുന്നെങ്കിൽ അത് ക്രിസ്തു നിമിത്തമാണ്. അവർ ദാരിദ്ര്യം സഹിക്കുന്നെങ്കിൽ അത് ക്രിസ്തു നിമിത്തമാണ്. അവര് ദൂഷണം, മറ്റുള്ളവർ ദുഷിക്കുന്നെങ്കിൽ അത് ക്രിസ്തു നിമിത്തമാണ്. അതുകൊണ്ടാണ് അത് നന്മയായി നമ്മൾ പരിഗണിച്ച് പഠിക്കുന്നത്. കഷ്ടത പ്രധാനമായി 2 തരത്തിലുണ്ട്. 2 അല്ല, ഒരുപാട് തരം വിഭജിക്കാം. പക്ഷെ നമ്മൾ 2ആയിട്ട് വിഭജിക്കാം. 1, കയ്യിലിരിപ്പ് കൊണ്ടുള്ള കഷ്ടത. 2, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത, ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനാലുള്ള കഷ്ടത. ഇവരുടെ കഷ്ടത കയ്യിലിരിപ്പ് കൊണ്ടുള്ള കഷ്ടതയല്ല, പകരം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതിനാൽ. നമ്മൾ ഓർക്കുക, ഇന്നൊക്കെ ഉപദ്രവം ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും 1-ാം നൂറ്റാണ്ടിൽ ഒരാൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. അത്ര പ്രതിസന്ധികളുള്ള കാലമാണ് 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. വിശ്വാസികളായി അധികം പേര് പരസ്യപ്പെടുത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ ജീവിച്ച്, അന്ന് ക്രിസ്ത്യാനിയായി ക്രിസ്തു വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നാൽ പിന്നെ ആ ആളിന് ജോലി കിട്ടുന്ന സ്ഥിതിയില്ല. ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല. ഒരു ജോലി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. കടയിൽ ചെന്നാൽ ഒരു സാധനം കിട്ടത്തില്ല, വാങ്ങാൻ കൊടുക്കുകയില്ല. അത് ആ നിലയിലുള്ള ദാരിദ്ര്യമാണ്. ആരെങ്കിലും ഒന്ന് സഹായിച്ച് ഒരു ഭക്ഷണ സാധനം കിട്ടാൻ മാർഗമില്ല. ഇങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യം നമുക്കറിയാം. ഇന്നേക്ക് ഒരു 50, 60, 70 കൊല്ലം മുമ്പൊക്കെ തന്നെ ക്രൈസ്തവരെന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണവും, അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നും സ്നാനപ്പെടുന്നവർ ദൈവജനാനുസരണം ജീവിക്കണമെന്നുമുള്ള അനുഗ്രഹീത സത്യം
വിശ്വാസത്തുള്ള നീതീകരണത്തെ കുറിച്ചുള്ള സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ പോലും നമുക്ക് ഓർക്കാൻ കഴിയും. 50-60 വർഷം അല്ലെ 100 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് കല്യാണ പന്തിയിൽ ഇരുന്നാൽ എല്ലാവർക്കും ചോറ് വിളമ്പുമ്പോൾ അതിന്റെ നടുവിൽ ഒരു യഥാർത്ഥ വിശ്വാസി ഇരുന്നാൽ അവന്റെ ഇലയിൽ ചോറ് വിളമ്പാത്ത കാലം ഈ സമീപകാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ പണ്ടത്തെ കാര്യം പറയണോ? അപ്പോൾ ആ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതിനാൽ അനുഭവിക്കുന്ന കഷ്ടത, അത് മുഖാന്തരം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ പറ്റിയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ കഷ്ടതയും ദാരിദ്ര്യവും ക്രിസ്തു നിമിത്തം അവർ അനുഭവിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു ഹൈഫൺ ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ബ്രാക്കറ്റ് പോലെ പറഞ്ഞു, വാസ്തവത്തിൽ ഈ കഷ്ടതയൊക്കെ അനുഭവിക്കുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ധനവാന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മനോഹരമായ ചിന്തകളാ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇവിടെയൊക്കെ തന്നിരിക്കുന്നത്. നമ്മുടെ വിനയം കൊണ്ട് നമ്മൾ സാധുക്കളെന്നും എളിയവരെന്നും ദരിദ്രരെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. സാധു എന്നെ കൈവിടാതെ, അനുഗ്രഹീതമായ ചാൾസ് ജോണിന്റെ ഒരു ഗാനമാണത്. ആ പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ട്. അത് നമ്മുടെ വിനയം കൊണ്ട് നമ്മൾ അങ്ങനെ പാടുന്നു. അത് വളരെ നല്ലതാണ്, വളരെ സന്തോഷമാണ്, അനുഗ്രഹമാണ്. പക്ഷെ ഓർക്കണം, നമ്മളാരും സാധുക്കളല്ല, നമ്മളാരും ദരിദ്രന്മാരല്ല. ഇതൊക്കെ ആത്മീയ അർത്ഥമാണ് കേട്ടോ, ആത്മീയ അർത്ഥമല്ല. നമ്മളാരും ദരിദ്രന്മാരല്ല, നമ്മൾ സാധുക്കളല്ല, എളിയവരുമല്ല, ഒന്നുമല്ല. നമ്മൾ ധനവാന്മാരാണ്. ഞാൻ 1-2-3 കാര്യങ്ങൾ മാത്രം വേഗം ഓർപ്പിക്കാം എന്ന് വിചാരിക്കാം. ഒന്ന്, ദൈവത്തിന്റെ മക്കളായ നമ്മള് സാധുക്കളും ദരിദ്രന്മാരുമാണോ? അല്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ച് നിലനിർത്തുന്ന മഹാദൈവം, അഖിലാണ്ടത്തിന്റെ ഉടമയാ, ഈ ലോകത്തിന്റെ മുഴുവൻ, സകല ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാം ഉടമസ്ഥന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ദരിദ്രരാണോ? നമ്മൾ സാധുക്കളാണോ? ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. സാധുക്കളെന്ന് പറയരുതെന്നല്ല ഞാൻ പറയുന്നത്. സാധുക്കളെന്ന് പറഞ്ഞു, അത് നമ്മുടെ വിനയം കൊണ്ടാണ്. നമ്മൾ എളിയവരെന്ന് പറഞ്ഞു, ദരിദ്രന്മാരെന്ന് പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല. അത് നമ്മള് എളിമത്വമാണ്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ധനവാന്മാരാണ്. എന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന്റെ മക്കളാണ്, മോനാണ്, മോളാണ്. നമ്മൾ ധനവാന്മാരാണ്. 2, നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ കൊടുത്തത് യേശു കർത്താവിന്റെ ചോരയാ. ആ ചോരയുടെ വിലയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിലയേറിയ രക്തമെന്നാണ്. അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രഷ്യസ് ബ്ലഡ് എന്ന, പ്രഷ്യസ് എന്നുള്ള ഇംഗ്ലീഷ് പദം പരിഭാഷപ്പെടുത്താൻ, വിലയേറിയ എന്ന് പരിഭാഷപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറക്റ്റ് പരിഭാഷ അതല്ല. വിലമതിക്കാനാവാത്ത എന്നാണ്. വിലമതിക്കാനാവാത്ത എന്നാണ്. അപ്പോൾ വിലമതിക്കാനാവാത്ത രക്തം നമ്മെ വാങ്ങാൻ അത് കൊടുക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ സാധുക്കളാണ്, നമ്മള് വിലയേറിയവർ തന്നെയാണ്. അങ്ങനെ തന്നെ പത്രോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ പോയാൽ നമ്മുടെ പഠനം മുന്നോട്ട് നീങ്ങത്തില്ല, അതുകൊണ്ട് പോകുന്നില്ല. പത്രോസ് ലേഖനത്തിലുണ്ട് നമ്മൾ വിലമതിക്കാനാവാത്തവരാണെന്നുള്ള ആശയം അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിലയേറിയവരാണ്. 3, നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ, അത് കിരീടങ്ങളായാലും മറ്റു പല ധാരാളമുണ്ട്. നമ്മൾ ഈ സഭകൾക്കുള്ള ദൂത് പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കും. ഒരുപക്ഷെ കിരീടത്തെ പറ്റിയൊക്കെ സമയമുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്യും. അപ്പം ആ കിരീടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഫലങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 1-4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത പ്രതിഫലങ്ങളാണ്. ഈ ലോകത്തിലെ സകലവും ക്ഷയവും മാലിന്യവും വാട്ടവും ഉള്ളതാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത പ്രതിഫലങ്ങളാണ് നമ്മൾ പ്രാപിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ വില എത്ര? അപ്പൊ നമ്മൾ ധനവാന്മാരാണോ അല്ലയോ? അപ്പൊ ഇത് നമ്മൾ കാണണമെങ്കിൽ പുറത്തെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ കഷ്ടതയും ദാരിദ്ര്യവും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ അകത്തെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, പുറത്ത് 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്, അതുപോലെ അകത്തും 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ പുറത്തൊരു മനുഷ്യനുണ്ട്, അത് ജഡം. അകത്തൊരു മനുഷ്യനുണ്ട്, അതാണ് ആത്മാവ്. ആത്മാവിനും 5 ഇന്ദ്രിയങ്ങളും ഉണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, ത്വക്കുണ്ട്. ഇതെല്ലാം ഉണ്ട്. എല്ലാ വാക്യവും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നില്ല, സമയം നമുക്ക് അനുവദിക്കാതുണ്ട്. വേണേ ഒരെണ്ണം മാത്രം പറയാം. അത് കണ്ണിനെ പറ്റി ഇപ്പൊ നമ്മളിത് കാണുന്നു. അതുപോലെ തന്നെ നമ്മള് 34-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ,
യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ എന്ന് പറയുന്നുണ്ട്. അതേത് നാക്കുകൊണ്ട് രുചിക്കുന്ന? യഹോവ നല്ലവൻ രുചിക്കുന്ന അത് അകത്തെ നാക്കാണ്. അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ, അതിലേക്ക് തന്നെ നമ്മളിപ്പോ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാഹ്യ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴാണ് നമ്മള് ദാരിദ്ര്യവും കഷ്ടതയൊക്കെ കാണുന്നത്. പക്ഷെ അകത്തെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ധനവാന്മാരാണ്, ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് കാണാൻ കഴിയും. ഇനി അപ്പം കഷ്ടത, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത, ദാരിദ്ര്യം ഒക്കെ അത് അനുഗ്രഹമാണ്, അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ നമ്മൾ ധനവാന്മാരുമാണ്, അത് നമ്മൾ ചിന്തിച്ചു. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം അറിയുന്നു എന്ന്. ഈ ലോകത്തിലെ മനുഷ്യരെ പല നിലകളിൽ വിഭജിച്ചിട്ടുണ്ട്. അവിടെയും പോകുന്നില്ല, അവിടേക്ക് പോയാലും നമുക്ക് സമയം ഒത്തിരി പോകുമെന്നുള്ളതുകൊണ്ട്. അത് പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലനാണ് ലോകത്തിലെ മനുഷ്യരെ പല നിലകളിൽ വിഭജിച്ചിട്ടുണ്ട്. 2ആയി വിഭജിച്ചിട്ടുണ്ട്, 3ആയി വിഭജിച്ചിട്ടുണ്ട്, അങ്ങനെ പല വിഭജനമുണ്ട്. ഇവിടെ വേറൊരു വിഭജനമാണ് നമ്മൾ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ കാണുന്നത്. എന്താണെന്നറിയാമോ? 2 കൂട്ടം പള്ളിക്കാരാവുള്ളത്. ഒന്ന് സാത്താന്റെ പള്ളിക്കാര്, മറ്റൊന്ന് യേശുക്രിസ്തുവിന്റെ പള്ളിക്കാര്. പള്ളിക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആശയം ഇതാണ്, സഭ എന്നുള്ള ആശയമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സഭയിൽ ഇല്ലാത്തവർ മുഴുവൻ സാത്താന്റെ പള്ളിക്കാരാണെന്ന് മനസ്സിലാക്കണം. 2 പള്ളിക്കാരേ ഉള്ളൂ, 2 സഭയേ ഉള്ളൂ. ഒന്ന് യേശുക്രിസ്തുവിന്റെ സഭ, മറ്റൊന്ന് സാത്താന്റെ സഭ. 2 ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ സഭയിൽ ഇല്ലാത്തവർ മുഴുവൻ സാത്താന്റെ സഭക്കാര് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം. വാസ്തവത്തിൽ സാത്താനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1-2 വാക്യം വായിക്കാം, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. വെളിപ്പാട് ദിവസം 12:10 വായിച്ചാട്ടെ. വെളിപ്പാട് 12:10. എന്റെ ഒടുവിലത്തെ ഭാഗം മതി കേട്ടോ, പറ്റുമെങ്കിൽ. നമ്മുടെ സഹോദരന്മാരെ തുടങ്ങുന്ന ഇച്ചിരി വലിയ വാക്യം എന്റെ ഒടുവിലുണ്ട്. നമ്മുടെ സഹോദരന്മാരെ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്, ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവിടെ അപവാദി എന്ന് പറഞ്ഞിരിക്കുന്ന പിശാചിനെയാണ്. അത് 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ പിശാചിന് ഈ സ്വർഗത്തിൽ ചെല്ലാനുള്ള ഒരു അവകാശമുണ്ട്. അത് മഹാപീഡന കാലത്തിന്റെ മധ്യഭാഗം വരെ ചെല്ലാം. ആ മഹാപീഡന കാലം മധ്യമാകുമ്പോൾ മിഖായേലും ദൂതന്മാരും കൂടെ ഈ പിശാചിനോടും അവന്റെ ദൂതന്മാരോടും കൂടി യുദ്ധം ചെയ്ത് അവനെ സ്വർഗത്തിൽ നിറക്കിക്കളയും. പിന്നെ മേലാകൊണ്ട് എല്ലാം പറ്റുകയില്ല. അപ്പൊ ആ കാര്യം ഇവിടെ പറഞ്ഞ അപവാദിയെ തള്ളിക്കളഞ്ഞില്ല. അപവാദി എന്നുള്ളത് പിശാചിന് ഒത്തിരി പര്യായ പദങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിശാച്, സാത്താൻ, പാമ്പ്, പഴയ പാമ്പ്, മഹാസർപ്പം തുടങ്ങി ഒരുപാട്, അപവാദി, പകയൻ തുടങ്ങിയുള്ള ഒത്തിരി പ്രയോഗങ്ങളുണ്ട്. അതിലൊരു പ്രയോഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപവാദി. അപ്പം പിശാചിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിശാചിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ സഹോദരന്മാരെ കുറ്റം പറയുന്നവൻ, ഈ ദൂഷണം പറയുന്നവൻ എന്നാണ് അവിടെ. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-10. ഇയ്യോബ് 1:9-10. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി. അത് മതി. ഇയ്യോബിനെ കുറിച്ച് കുറ്റം പറയുക ദൈവത്തോട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇയ്യോബ് ദൈവസന്നിധി ചെല്ലാനുള്ള അവകാശം അവനുണ്ട്, ഇപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ദൈവസന്നിധി ചെന്നു. അപ്പം ഈ പിശാചിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരിക? അപ്പൊ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് വരിക. അപ്പൊ നീ എന്റെ ദാസനായി യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ, തൊട്ടോ, ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്ന് പറയണം. അപ്പോഴാണ് പറയുന്ന ഒരു മറുപടിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ആവുന്ന പണി നോക്കി ഒന്നും നടന്നില്ല. കാരണം നീ അവനെ എല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചേക്കുമല്ലോ. അതാ, നീ അവനും അവന്റെ വീടിനും എല്ലാത്തിനും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുമല്ലയോ എന്ന്. അതുകൊണ്ടാണ് അവൻ നിന്നെ തള്ളി പറയാത്തത് എന്ന് പറയണം. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ, നീ എല്ലാം പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കുറ്റം പറച്ചിലാണ് പിശാചിന്റെ ജോലി. പിശാചിന്റെ ജോലി ഇന്ന് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കുറ്റം പറയുന്നവർ മുഴുവൻ നമ്മള് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഗിരിപ്രഭാഷണമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, ആരെയും കുറ്റം വിധിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിച്ചാൽ നല്ലതായിരിക്കും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 4:4.
എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ മതി, അത്രയും മതി. നമുക്ക് ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം വായിച്ചു. ഇനിയും വാക്യങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ആരെയും കുറ്റം വിധിക്കരുത്. അതൊക്കെ അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അത് നീതിയുടെ ന്യായാസനത്തിന് മുമ്പിൽ ആ കാര്യം ദൈവം ചെയ്തോളും. നമ്മൾ ആരെയും കുറ്റം വിധിക്കാൻ നമ്മളെ അനുവദിച്ചിട്ടില്ല. നമ്മൾ കുറ്റം വിധിക്കുന്നെങ്കിൽ കുറ്റം വിധിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിന് എതിരാണത് പാപമാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുറ്റം പറയുന്നവരുണ്ടല്ലോ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവര്, അവര് ശരിക്കും സാത്താന്റെ പള്ളിക്കാരാ. ദൈവത്തിന്റെ പള്ളിക്കാർക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. ദൈവം അത് അനുവദിച്ചിട്ടില്ല. ദൈവം അത് കുറ്റം പറയാനൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കറിയാം, നമുക്കാരുടെയും ഒരു കാര്യവും കൃത്യമായിട്ട് അറിയത്തില്ല. അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അത് കേട്ടു ഇത് കേട്ടു. ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാട് അങ്ങനെയുള്ള തെറ്റായ പ്രവണത നടക്കുന്നുണ്ട്. നമ്മൾ ദയവായിട്ട് ഓർക്കുക, നമ്മൾ പിശാചായി മാറരുത്, പിശാചിന്റെ മക്കളായി മാറരുത്, പിശാചിന്റെ പള്ളിക്കാരായി മാറരുത്. ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെയൊക്കെ സാത്താന്റെ പള്ളിക്കാരുടെ ജോലിയാണ് കുറ്റം പറയുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഗൗരവത്തിൽ ഓർത്തോണം. കുറ്റം പറയുന്നവരെ കണ്ടാൽ ഓർത്തോണം, അവര് സാത്താന്റെ പള്ളിക്കാരാണ്, സാത്താന്റെ സഭക്കാരാണ്, സാത്താന്റെ കയ്യിലെ ആയുധങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പൊ കുറ്റം പറയുന്നത് നേരിട്ട് സാത്താനാണോ? അല്ല, ചില വ്യക്തികളാ പറയുന്നത്. അവരെ പിശാച് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, പിശാചിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണമേ. പിശാചിന്റെ കയ്യിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുകയും അവര് അവരുടെ സ്വഭാവത്തിൽ മാനസാന്തരം വരികയും അവര് ദൈവ വചനത്തിന് വില കൊടുത്ത് അതിനനുസരിച്ച് ജീവിക്കുകയും വേണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, പിശാചിന്റെ പള്ളിക്കാർ ആയിട്ടുള്ളവരുടെ ദൂഷണം. അവർക്ക് വേറൊരു വിശേഷണം, ഞാൻ ഇച്ചിരൂടെ വ്യക്തത വരുത്താൻ വേണ്ടി ദൈവവചനം തന്നെ വ്യക്തത തരുന്നുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഹൂദർ എന്ന് പറയുന്നെങ്കിലും, 9-ാം വാക്യത്തിലുണ്ട്, ബൈബിൾ മുന്നിലുള്ളവർ നോക്കിയാട്ട്, യഹൂദർ എന്ന് പറയുന്നെങ്കിലും അവർ യഹൂദരല്ല. എന്താ ഇതിന്റെ അർത്ഥം? യഹൂദരെന്ന് പറയുന്നെങ്കിലും അവർ യഹൂദരല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ സാത്താന്റെ പള്ളിക്കാരെന്നാണ്, അഥവാ രക്ഷിക്കപ്പെട്ടവർ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ തെളിയിക്കാം, അല്പമായി തെളിയിക്കാം. നമ്മൾ ഒത്തിരി സമയം എടുത്ത് തെളിയിക്കാൻ നിവർത്തിയില്ല. പഴയ നിയമത്തിൽ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചവരാണ്. യഹൂദ കുടുംബങ്ങളിൽ ജനിക്കാത്തവരെ വിളിക്കുന്ന പേര് ജാതികൾ എന്നാണ്. അതാണ് പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അർത്ഥം മാറും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദ കുടുംബത്തിൽ ജനിച്ചാലും അവൻ ജാതിയാണ്. അവൻ യഹൂദനാകണമെങ്കിൽ, ആത്മീയ അർത്ഥത്തിൽ യഹൂദനാകണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നത് വരെ അവൻ ജാതിയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ യഹൂദൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനെന്നും ജാതി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരും. ഞാൻ വാക്യം കാണിച്ചൊരു അത്യാവശ്യ വാക്യം, ഏറെ വാക്യങ്ങൾ കാണിക്കുന്നില്ല, പക്ഷെ അത്യാവശ്യ വാക്യങ്ങൾ. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം 28-29 ഒന്ന് സ്ലോ ആയിട്ട് വായിക്കാം. റോമർ 2:28-29. പുറമെ യഹൂദനായവൻ യഹൂദനല്ല. ഒരു നിമിഷം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല എന്ന് പറഞ്ഞാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ യഹൂദ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ യഹൂദനല്ല. പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. ജഡത്തിലെ പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അകമേ യഹൂദനായവൻ, അകത്തു പരിച്ഛേദന, ഹൃദയ പരിച്ഛേദന ഏറ്റവനാണ് ശരിയായിട്ടുള്ള യഹൂദൻ. അതാണ് 29 വായിച്ചോ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കാം. പുറമെ യഹൂദ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് യഹൂദനാകുന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ യഹൂദ മത കർമ്മങ്ങൾ നടത്തിയത് കൊണ്ട് അവൻ യഹൂദനാകുന്നില്ല. പിന്നെയോ അകത്തു പരിച്ഛേദന, ഹൃദയത്തിൽ നിന്ന് മുറിച്ച് കളയേണ്ടത് എല്ലാം മുറിച്ചു കളഞ്ഞവനാണ് യഹൂദൻ. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് ക്ലിയർ ആകും. ഫിലിപ്പിയർ 3:3. ഫിലിപ്പിയർ 3:3.
നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് അതോടെ വായിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നാമല്ലോ പരിച്ഛേദനക്കാർ. യഹൂദൻ എന്നുള്ളതിന്റെ ഒരു പര്യായപദമാണ് പരിച്ഛേദനക്കാരെന്നുള്ളത്. യഹൂദൻ എന്നുള്ളതിന്റെ ഒരു പര്യായ പദമായിട്ടാണ് ഇരിക്കുന്നത് പരിച്ഛേദനക്കാർ. അപ്പൊ നാമല്ലോ പരിച്ഛേദനക്കാർ. ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയാ, അവരെല്ലാം യഹൂദ കുടുംബത്തിൽ ജനിച്ചവരാണോ? അല്ല, യഹൂദ കുടുംബത്തിൽ ജനിച്ചവരും കാണും. അപ്പൊ നാം എല്ലാം പരിച്ഛേദനക്കാർ, നാമാണ് യഹൂദന്മാര്. എന്താ കാരണം? ഹൃദയപരിച്ഛേദനയേറ്റവരാണ് നമ്മൾ എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. നമ്മൾ കണ്ടു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ പോവാ. ആരാധിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണമേ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ തോന്നും. ആരാധിക്കാൻ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം നിർബന്ധിക്കുന്നില്ല, എന്നാൽ ആരാധിക്കാനുള്ള ആലോചന ഇഷ്ടം പോലെ തരുന്നുണ്ട്. ആരാധന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട്, നിർബന്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തിരുവെഴുത്തൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് മാത്രം നോക്കിയാൽ മതി. പിതാവിനെ നമസ്കരിക്കുന്നവർ, അവിടെ നിർബന്ധമില്ല. പക്ഷെ നിർബന്ധമുണ്ട്. ഏതാണെന്നറിയാമോ? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അതിന് വിട്ടുവീഴ്ചയൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും പിതാവിനെ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ആശയമുണ്ട് കേട്ടോ. മക്കൾക്ക് മാത്രമേ ആരാധിക്കാൻ അവകാശമുള്ളൂ. മക്കളെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ മാത്രം, അല്ലാത്തവർക്ക് ആർക്കും ആരാധിക്കാൻ അവകാശമില്ലെന്ന് ഓർക്കണം. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ, അപ്പോഴാണ് അവർ പുത്രബന്ധം വരുന്നത്, ആരാധിക്കാൻ അവകാശമുള്ളൂ. പക്ഷെ അവർ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിലും ദൈവവചന സത്യത്തിലും ആരാധിക്കണം. അതിനൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പൊ അതാണ് അവിടെ പറഞ്ഞ് വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നാമല്ലോ പരിച്ഛേദനക്കാർ, ആത്മാവിൽ ആരാധിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെയാണ് യഹൂദന്മാരെന്ന് ആത്മീയ അർത്ഥത്തിൽ പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത ജാതികളോ. അപ്പൊ ഇവിടെ അത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. യഹൂദന്മാരെന്ന് പറയുന്നെങ്കിൽ അവർ യഹൂദന്മാരല്ല, അവർ സാത്താന്റെ പള്ളിക്കാരാണ്. രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെടാത്തവരെല്ലാം സാത്താന്റെ പള്ളിക്കാരാണ്. ഇനി അവിടുന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെടാത്ത ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു എന്ന നിലയിൽ ചിലപ്പോൾ സ്നാനപ്പെട്ടിട്ടുമുണ്ട്, കർത്തൃമേശ എടുത്തും ഒക്കെ പോകുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ്. അത് അവരോട് തിരിച്ചറിയണം. വേറൊരാൾക്ക് തിരിച്ചറിയാനോ വേറൊരാൾക്ക് കുറ്റം പറയാനോ അവകാശമില്ല. നീ രക്ഷിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ അവകാശമില്ല. അവരോട് ചിന്തിച്ചോണം. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുകയോ കർത്തൃമേശ എടുക്കുകയോ സഭാകൂടിയൂരിൽ സജീവ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്ത് നരകത്തിൽ പോകും. രക്ഷിക്കപ്പെട്ടിരിക്കണം, ഒരു വിട്ടുവീഴ്ചയില്ല. അത് ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും അവരോരത് ഉറപ്പാക്കിക്കോണം. ദൈവത്തിങ്കിൽ വാസ്തവമായി ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം കാണും. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞൊന്നും നടക്കുകയില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ നാവ് പൊങ്കത്തില്ല കുറ്റം പറയാൻ. അങ്ങനെ കുറ്റം പറയുകയും അങ്ങനെയൊക്കെ വചനവിരുദ്ധമായി ജീവിക്കുന്നെങ്കിൽ ഇതിന്റെ അർത്ഥം നമുക്ക് എപ്പോഴെങ്കിലും ഒരു അബദ്ധം പറ്റത്തില്ല, തെറ്റു പറ്റത്തില്ലെന്നൊന്നുമല്ല. അതൊക്കെ പറ്റും. പറ്റിയാലുണ്ടല്ലോ പിന്നെ നമ്മൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അത് പരിഹരിക്കുന്നവരെ, വ്യക്തികളോടാണെങ്കിൽ വ്യക്തികളോട്, ദൈവത്തോടാണെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചു പരിഹരിക്കുന്നത് വരെ ഒരു സ്വസ്ഥത വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഉണ്ടാകത്തെ സ്വസ്ഥത ഉണ്ടാവുകയില്ല. അവർ അതിന് പരിഹാരം എത്രയും പെട്ടെന്ന് വരുത്തിയിരിക്കും. തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഓർക്കുക. അപ്പൊ വളരെ ക്ലിയർ ആണ് ഇവിടെ. യഹൂദരെന്ന് പറയുന്നെങ്കിൽ യഹൂദരല്ല. ഇന്നും അനേകർ യഹൂദരെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു എന്ന നിലയിൽ ദൈവസഭകളുടെ ലോക്കൽ, ദൈവസഭയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കൽ കൂടിവരവുകളിൽ ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ സഭയിലോട്ട് കർത്താവ് ചേർക്കത്തുള്ളൂ. നമ്മൾക്കാർക്കും സഭയിൽ ചേർക്കാൻ അവകാശമില്ല. അപ്പോസ്തല പ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട് ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ
അറിയാവുന്നത് തന്നെയാണ്, ഞാനിതൊന്നും പുതുമയൊന്നും അല്ല, ഒന്ന് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോ പഠിച്ചത് അവരുടെ നന്മയാണ് പഠിച്ചത്. ഇപ്പൊ തിന്മയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇനി തിന്മയെ പഠിക്കേണ്ടത്. അടുത്ത് നമുക്ക് അവരുടെ ബുദ്ധി ഉപദേശം എന്താ, അവർക്ക് കൊടുക്കുന്ന പ്രബോധനം എന്താന്ന് നോക്കാം. 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് പറയുന്നത് നിങ്ങൾ ചില പരീക്ഷയിലേക്ക് അകപ്പെടാനായിട്ട് പോവുകയാണ്. മൂന്നാമത് പറയുന്നത് ചിലരെ തടവിലാക്കാനും പോവുകയാണ്. പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പിന്നെ പറയണം നിങ്ങൾക്ക് ഒരു 10 ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയല്ല, ഉണ്ടാകും. ഇതെല്ലാം കർത്താവിന്റെ സർവ്വജ്ഞാനത്തിൽ അറിയാം. അപ്പൊ പേടിക്കേണ്ട, പരീക്ഷ വരാൻ പോകുന്നു, പിശാചിലെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ് മരണപര്യന്തം വിശ്വസ്തരായിട്ട് നിങ്ങൾ നിന്നോണം, എന്നാൽ നിങ്ങൾക്ക് ജീവകിരീടം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, ജീവകിരീടം ലഭിക്കുമെന്ന് പറയണം. നമുക്ക് ഇനി ഓരോന്നൊന്ന് വേഗം നോക്കാം. ഒന്നാമത് പറയാണ് പേടിക്കേണ്ട അഥവാ ഭയപ്പെടേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവെഴുത്തിൽ എത്ര പ്രാവശ്യം ഭയപ്പെടേണ്ട അല്ലെ പേടിക്കേണ്ട എന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ലെന്ന് ഓർക്കണം. ഞാനത് പറയാൻ കാരണം ചില പ്രസംഗങ്ങളിലൊക്കെ ഞാൻ കേൾക്കുന്നത് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 366 പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. ആരെങ്കിലും എണ്ണിയിട്ടാണോ പറയുന്നത് ഒന്നും നമുക്കറിയത്തില്ല, അതങ്ങനെ നിൽക്കട്ടെ. ഏതായാലും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം പേടിക്കണ്ട എന്ന് പറഞ്ഞുള്ളെങ്കിലും അത് പേടിക്കണ്ട എന്ന് തന്നെയാണ്. 366 പറഞ്ഞില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും പേടിക്കണം. അങ്ങനെ ഉണ്ടോ? ഇല്ല, പേടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു കാണുന്നതിന് മുമ്പ്, ഈ പേടിക്കേണ്ട വ്യക്തിയെ പേടിക്കാമെങ്കിൽ വേറൊന്നിനെയും പേടിക്കേണ്ടതില്ല. എന്നാൽ പേടിക്കേണ്ട വ്യക്തിയെ പേടിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം പേടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതായത് പേടിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്. ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള ലക്ഷണം എന്താ? നമ്മൾ 128-ാം സങ്കീർത്തനം ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണം ആ വഴിയെ നടക്കുന്നെന്നുള്ളതാണ്. ദൈവവചനാനുസരണം ജീവിക്കുന്നു എന്നുള്ളത്. ദൈവവചനാനുസരണം ജീവിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ ഭയമില്ലെന്നാണ് അർത്ഥം. ദൈവവചനത്തിന് വില കൊടുക്കാതെ, അതിനെ അനുസരിക്കാതെ, അംഗീകരിക്കാതെ പോകുന്നവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ പേടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഓർത്തു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഞാൻ അതുകൊണ്ട് അത് വിശദീകരിക്കില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യമായിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞ് നിന്റെ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒടുവിലായിട്ട് കാണുന്നത് വെളിപ്പാട് പുസ്തകം 1:17 തേജോമയനായ കർത്താവിനെ കണ്ട അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ കാൽക്കൽ വീഴുമ്പോൾ കൈ തന്റെ മേൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്ന കാണുന്നത്. കർത്താവ് കൂടെ നിന്ന്. അപ്പോൾ പേടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരാ കൂടെ ഉള്ളത്? സർവശക്തൻ. ആരാ കൂടെ ഉള്ളത്? സർവജ്ഞാനി. ആരാ കൂടെ ഉള്ളത്? സർവവ്യാപിയായ കർത്താവാണ്. അതുകൊണ്ടാണ് പേടിക്കണ്ട എന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ പേടിക്കണ്ട എന്ന് പറയാനുള്ള ഒരു കാര്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10:13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഇവരിപ്പോ പരീക്ഷയിലോട്ട് കിടക്കാൻ പോവാണല്ലോ. പറഞ്ഞു നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. പരീക്ഷ, അവിടെ ആ വാക്യം വളരെ മനോഹരമായ വാക്യം, എല്ലാവരും കാണാതെ പഠിച്ചോണം. അവിടുത്തെ ആശയങ്ങൾ എപ്പോഴും മനസ്സിൽ ഇരിക്കണം. ചിലപ്പോൾ നമ്മള് പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഞാൻ അടുത്ത് പറയും. പരീക്ഷയെ പറ്റി ഒരല്പ കാര്യങ്ങൾ പുറകാലെ പറയാം. ഇപ്പോൾ പറയാൻ പോകുന്നത്, ചിലപ്പോൾ പരീക്ഷ
ഇതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈ പരീക്ഷയിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ ദൈവം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് നമ്മളെ കടത്തി വിടുന്നത്. വെറുതെ അങ്ങ് കയറ്റി വിടുകയില്ല. പരീക്ഷ അങ്ങ് വെറുതെ തരത്തില്ല. 2-3 കാര്യങ്ങൾ ദൈവം ആലോചിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിർണയിച്ചാണ് നമ്മളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതവിടെ പറഞ്ഞിട്ടുണ്ട്. 1, നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തരത്തില്ല. അത് അവിടെ എഴുതിയിരിക്കുക വചനമാണ്. 2, രണ്ടാമതവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് ആർക്കും വരാത്തത് നമുക്ക് തരത്തില്ല. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ആ ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ലാത്ത അത്ര ഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നുപോയത് കർത്താവ് മാത്രമേ ഉള്ളൂ. മനുഷ്യരായ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ നമ്മളെക്കാട്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെപ്പോഴും ഓർത്തോണം. അപ്പോൾ മനുഷ്യർക്ക് നടപ്പില്ലാത്ത കഷ്ടത തരത്തില്ല 1. 2, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ തരത്തില്ല 2. 3, ഏത് പരീക്ഷയ്ക്കും ഒരു പോക്കുവഴി അതിനകത്തുണ്ട്. അത് ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് കൃത്യസമയത്ത് ആ പോക്കുവഴി വന്നെത്തിയിരിക്കും. അതുകൊണ്ടാണ് ഈ പേടിക്കണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് തരുന്നത്. അതിനകത്ത് ഒരു ഭാഗം ഞാൻ വേണേൽ ഒന്ന് വിശദീകരിക്കുമ്പോൾ അല്പം കൂടെ മനസ്സിലാകും. ഒരിക്കല് ഒരാൾ പറഞ്ഞ ഒരു ടെസ്റ്റിമണി എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദേവദാസൻ സുവിശേഷനല്ല, ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞ ഒരു ടെസ്റ്റിമണി ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഈ പഴയ കാലത്തെ കാര്യമാണ്, ഏത്തവാഴ കൃഷിയുള്ള ഒരു കുടുംബമാണ് അവര്. ചേട്ടനും അനിയനും 2 മക്കളുണ്ട്. ഇദ്ദേഹം ഇളയയാളാണ്. അപ്പനും ഉണ്ട്. അപ്പോൾ ചന്തയില് ഈ വാഴക്കുല എല്ലാം ആഴ്ച 2 ദിവസം ചന്തയുണ്ട്. വാഴക്കുല അന്നന്ന് വെട്ടി കൊണ്ടുപോകും. അത് ഈ അപ്പനും മക്കളും കൂടെ ചുമന്നുകൊണ്ട് ചന്തയിൽ പോകുന്നത്. അവിടെ കൊണ്ടുവന്ന് വിറ്റിട്ടാണ് കുറച്ച് പൈസ കിട്ടും, സാധനങ്ങൾ വാങ്ങുന്നതും അവര് എന്തെങ്കിലും സമ്പാദിക്കുന്നത്. അപ്പൊ ഈ ഇളയ മകൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, അപ്പൻ ഈ 2 ചേട്ടനും അനിയനും 2 മക്കൾക്കും ചുമക്കാനായിട്ട് വാഴക്കുല അവരെ ഏൽപ്പിക്കുമ്പോൾ അപ്പൻ ഇത് കയ്യിലെടുത്ത് തൂക്കി നോക്കും. അപ്പന്റെ കയ്യിലറിയാം എന്റെ മൂത്ത മോന് ഒരു വലിയ കൊല ചുമക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് അവന് കൊടുക്കുന്നത്. ഇളയ അവൻ അത്രയും വലുത് ചുമക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ കൊലയായിരിക്കും അവന്റെ തലയെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ 2 3 അങ്ങ് എടുക്കും. അങ്ങനെ ഈ മക്കൾക്ക് കൊടുക്കുമ്പോൾ 2 പേർക്കും ഒരുപോലല്ല കൊടുക്കുന്നത്. 2 പേർക്കും ഒന്നും ചിന്തിക്കാതെ ഈ രണ്ട് കൊല കെട്ടിയങ്ങ് തലയിൽ വെച്ച് കൊടുക്കുകയുമല്ല. ആ കയ്യിലെടുത്ത് അപ്പനൊന്ന് നോക്കും, തൂക്കി നോക്കും, കയ്യിലൊന്ന് വെയിറ്റ് ഒന്ന് പരിശോധിക്കും. അതെന്റെ മൂത്ത മോനെ ഇതെടുക്കാം, അവന് കൊടുത്തത്. ഇളയ അവന് അയ്യോ അത്രയും അവനെ ചുമക്കാൻ വയ്യ. അത് എന്നെ വളരെ സ്പർശിച്ച ഒരു എക്സാമ്പിളാണ്. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്നതും അത് തന്നെയാണ്. നോക്കുക, നമുക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തില്ല. അങ്ങനത്തെ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്ന് മാത്രമല്ല, ഒരു പോക്കുവഴി ഉണ്ട് അതിന്. നമുക്ക് പെട്ടെന്ന് കാണത്തില്ല. ആ പോക്കുവഴി ചിലപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോകുമ്പോഴേ കാണുള്ളൂ. ഇതുകൊണ്ടാണ് കർത്താവ് പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ പിശാച് പരീക്ഷിച്ചാലും കൊള്ളാം, ആര് പരീക്ഷിച്ചാലും കൊള്ളാം, അത് എന്റെ അറിവും എന്റെ അനുവാദത്തോടും കൂടെയാണ് എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ അതാണ്. അപ്പൊ കർത്താവ് ഇതുപോലെ എല്ലാം സഹിച്ച കർത്താവാണ്, കൂടെയുണ്ട്. അത് നമുക്ക് ആശ്വാസമാണ്, പേടിക്കണ്ട. 2, പരീക്ഷിക്കേണ്ടതിന് എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞ് പോകാം എന്ന് വിചാരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, 3 തരം പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും. 3 തരം. 1, ദൈവം നേരിട്ട് പരീക്ഷിക്കും. എക്സാമ്പിൾ, അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കണം. ദൈവം നേരിട്ട് പരീക്ഷിച്ചതാണ്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ആവശ്യമൊന്നുമില്ല. അവിടെ എന്തിനാ അത് ചെയ്തെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടാനും പ്രഖ്യാപിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളെ ഓർക്കണം, എപ്പോഴും ഈ പരീക്ഷ എന്ന് പറയുന്നത്, ഇപ്പൊ കുട്ടികളോടുള്ള ബന്ധത്തിലാണെങ്കിൽ നമുക്കറിയാം, കുട്ടികളോടൊക്കെ പഠിക്കുന്നോ എന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയും പിന്നെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ കുഴപ്പമുണ്ടോ എന്ന് അറിയണേ പരീക്ഷ ഇടണം, അപ്പോഴേ അറിയത്തുള്ളൂ. ഇതുപോലെ നമ്മളോടൊക്കെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചു, പിന്നെ നല്ല വിശ്വാസമാണെന്ന് പറയും. പക്ഷെ അത് പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. അപ്പൊ അതുപോലെ അബ്രഹാമിനെ പരീക്ഷിച്ചത്, അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് അറിയാൻ കഴിഞ്ഞിട്ടല്ല,
ദൈവത്തിന് ലോകത്തിന് മുൻപാകെ ഇത് വെളിപ്പെടുത്തുവാൻ ഒരു അവസരം ഉണ്ടാകുകയാണ് ചെയ്തത്. അബ്രഹാമിന്റെ വിശ്വാസം വിശ്വാസികളുടെ പിതാവ് എന്നുള്ള അനുഗ്രഹീത പദവിയിലേക്ക് തന്നെ ഉയർത്തുവാനിടയത്ത്. അങ്ങനെയുള്ള പരീക്ഷയുണ്ട്, അത് വേണം, അത് നല്ലത്. നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ നേരിട്ട് പരീക്ഷിക്കട്ടെ. 2, ദൈവം അനുവദിച്ചിട്ടുള്ള പിശാചിന്റെ പരീക്ഷ. അത് പിശാചിന്റെ മുൻപിൽ നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ചെയ്തത്. അങ്ങനെയാണ് നമുക്കറിയാം. ഇയ്യോബിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഓർക്കുന്നത്. ഇയ്യോബിനെ പരീക്ഷിച്ചത് പിശാചാണ് പരീക്ഷിച്ചത്, പക്ഷെ ദൈവം അനുവദിച്ചിട്ടാണ്. പൗലോസിന്റെ കാര്യം അങ്ങനെ തന്നെയാ. നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപ്പാടുകൾ ആധിക്യത്തിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിലൊരു ശൂലമുണ്ടെന്നും ആ ശൂലം സാത്താന്റെ ദൂതനാണ് എന്നെ കുത്തുന്നതെന്നും പറഞ്ഞു. ദൈവം അനുവദിച്ചിട്ടാണ്. അതെല്ലാം പിശാചിന്റെ മുൻപിലൂടെ നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്താൻ, നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താൻ. എന്നാൽ 3ാമതൊരു തരം പരീക്ഷയുണ്ട്. അത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ പിശാച് നേരിട്ട് പരീക്ഷിക്കുന്ന പരീക്ഷ. അതാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കണ്ടത്. ആ പരീക്ഷ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് മാതൃകയായി പ്രാർത്ഥനാ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുകയും പിന്നെ മാതൃകയായി ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടെ വായിക്കുന്നത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണം. ദുഷ്ടൻ എന്നവിടെ പറയുന്നത് പിശാചിനെയാണ്. അപ്പൊ പിശാചിന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ പരിശോധനയിൽ നിന്ന് വിടുവിക്കണമേ. അപ്പൊ പിശാച് നമ്മളെ പരീക്ഷിക്കാൻ ഇടയാവരുത്. പിശാച് പരീക്ഷിക്കുന്ന നമ്മളെ എപ്പോഴും തകർത്ത് കളയാനാ. നമുക്കറിയാമല്ലോ, ആദ്യ മാതാപിതാക്കളെ തകർത്തത് നമുക്ക് അറിയാം. പക്ഷെ അവൻ ഒത്തിരി തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. 1, തക്ക സമയത്തായിരിക്കും. 2, നമുക്ക് അത് ചെയ്യാൻ ഈസി ആയിരിക്കും. 3, വലിയൊരു ഓഫർ കാണും. പക്ഷെ ഇതിന്റെ എല്ലാം നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏദൻ തോട്ടത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞു നോക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ പരീക്ഷ 3 വിധം. അതിൽ പിശാചിന്റെ നേരിട്ടുള്ള പരീക്ഷ വേണ്ട, മറ്റേ 2 പരീക്ഷ നമുക്ക് അനുഗ്രഹം, അത് വേണം. 3ാമത്, പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ പിശാചാണോ തടവിലാക്കുന്നത്? അല്ല, പിശാചല്ല തടവിലാക്കുന്നത്, അത് മനുഷ്യരാ. ഇവിടെയാണ് നമ്മൾ നേരത്തെ ഓർത്ത്, മനുഷ്യർ പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളാകുന്നു എന്നുള്ളതാണ്. മനുഷ്യർ പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളാണ്. അതുകൊണ്ടാണ് പിശാച് തടവിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. പിശാച് ആരെയും അവിടെ വന്ന് തടവിലാക്കുന്നില്ല, മനുഷ്യരാ. പക്ഷെ അത് പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളായിട്ടാണ് അവര് നമ്മളെ, അല്ലെങ്കിൽ വിശ്വാസികളെയൊക്കെ തടവിലാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഒരു വാക്യം നമുക്ക് വായിച്ചു തന്നെ കേൾക്കാം. എഫേസ്യർ 6:12 ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആശയം മാത്രം എടുക്കാം, വിശദീകരിക്കാതെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് വെച്ചാൽ മനുഷ്യരോട് ആരോടും നമുക്ക് യുദ്ധമില്ല. ഒരു മനുഷ്യരോടും നമ്മൾ യുദ്ധം ചെയ്യരുത്. എന്ത് ദോഷം നമുക്ക് ചെയ്താലും ഓർക്കണം, അവരല്ലത്. ഞാനതിന്റെ ഉദാഹരണമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, ആരെന്ത് ദോഷം ചെയ്താലും അവരല്ല ചെയ്യുന്നത്, എന്റെ പിമ്പിൽ പിശാചാണ്. നമ്മളെ അവരോട് യുദ്ധം ചെയ്യിച്ച് പ്രതികരിപ്പിച്ച് നമ്മളെ കൂടെ അധമരാക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അതുകൊണ്ട് ആര് നമ്മളെ ഉപദ്രവിച്ചാലും അവരോട് നമുക്ക് ഒരു ദേഷ്യവും തോന്നരുത്, അവരോട് ഒരു വിഷമവും തോന്നരുത്. പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടു. ജഡരക്തങ്ങളോട്, മനുഷ്യരോട് നമുക്ക് പോരാട്ടമില്ല. നമ്മുടെ പോരാട്ടം, യുദ്ധം മുഴുവൻ പിശാചിനോടാണ്. അടുത്തത് അടുത്തത് 10 ദിവസം നിങ്ങൾക്ക് പരീക്ഷ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് 10 ദിവസം പിശാച് പരീക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഈ 10 ദിവസം എന്നുള്ളത് കൃത്യം 10 ദിവസം എന്ന് അല്ല ചിന്തിക്കേണ്ടതെന്നാണ് വേദപഠിതാക്കളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം. നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. ഷോർട്ട് ടൈം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഷോർട്ട് ടൈം. ഞാൻ സാധാരണ പറയുന്നതും ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മളെ എന്നേക്കും ദൈവം പ്രശ്നത്തിൽ ഇട്ട് കളയത്തില്ല. കഷ്ടതയും കണ്ണുനീരും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ദൈവമക്കൾക്ക് വരും. അത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ എന്നേക്കും നമ്മളെ ഇട്ട് കളയും. ഒരു ഷോർട്ട് ടൈം, കുറച്ച് നാളുകൾ ചിലപ്പോൾ അതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ശാശ്വതമായിട്ട് നമ്മളെ അങ്ങ് ഇട്ട് കളയത്തില്ല. ഒരു വിടുതലുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു, ഇനിയും ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവനാണെങ്കിലും ഷോർട്ട് ടൈം കമ്പയർഡ് ടു ദി ഇറ്റേണിറ്റി.
നമ്മൾ നിത്യതയുമായിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അത് ഓർക്കുക. ഈ ജീവിതകാലം മുഴുവൻ ഇനി ആണെങ്കിൽ പോലും അതൊരു ഷോർട്ട് ടൈം. അതായത് നമ്മളിവിടെ ജീവിക്കുന്ന 70, 80, 90, 100 മാക്സിമം. പക്ഷേ നിത്യത എന്ന് പറയുന്നതിന് കണക്കില്ല, അൺലിമിറ്റഡ് ആണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഷോർട്ട് ടൈം എന്നുള്ള ആശയമാണ് അവിടെ ഉള്ളത്. സാധാരണ നിലയിൽ കുറച്ച് നാളത്തേക്കെന്നുള്ള അർത്ഥമാണ്. ഇനി ഒരു പക്ഷെ ജീവിതകാലം മുഴുവനായാലും നമ്മൾ ആ നിലയിൽ നോക്കണം. കർത്താവ് സഹായിക്കട്ടെ. അടുത്തത് ഇനി നമ്മൾ കാണുന്നത് അവർ കൊടുക്കുന്ന പ്രബോധനമാണല്ലോ. അവരോട് പറയാണ് മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം എന്നതാണ് ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രബോധനമാണ്. ദൈവമക്കൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത്. വിശ്വാസിയും വിശ്വസ്തതയും നമുക്ക് വേർതിരിക്കാൻ പറ്റുകയില്ല. കാരണം വിശ്വാസി വിശ്വസ്തനായിരുന്നേ പറ്റൂ, ഒരു വിട്ടുവീഴ്ചയില്ല. ഷോർട്ടായിട്ട് മാത്രം വിശദീകരിച്ച് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് പോവാം. ഒരാളെ വിശ്വസ്തൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഞാൻ ഓടിച്ചു പറഞ്ഞു, ആളുടെ 3 യോഗ്യത ഉണ്ടായിരിക്കും. ഒന്ന്, he must be trustworthy. Second, he must be punctual. 3, he must be loyal. അവൻ സത്യസന്ധനായിരിക്കണം. 1, 2 കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. 3 കൂറുള്ളവനായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അവനെ വിശ്വസ്തൻ എന്ന് പറയാൻ പറ്റുകയില്ല. സത്യസന്ധനാണ്, പക്ഷെ പഞ്ച്വാലിറ്റി ഇല്ലെങ്കിൽ ആൾ വിശ്വസ്തനല്ല. സത്യസന്ധനുമാണ്, എന്തുകൊണ്ട് സത്യസന്ധതയുണ്ട്, പിന്നെ സത്യസന്ധതയുണ്ട്, പഞ്ച്വാലിറ്റി ഉണ്ട്, പക്ഷെ കൂറില്ലെങ്കിലും ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഇത് 3 ഉണ്ടായിരിക്കണം. ആരോടൊക്കെ? ദൈവത്തോടെ, ദൈവവചനത്തോടെ, സമൂഹത്തോടെ, നമ്മളോട് തന്നെ. അത്രയും പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ വിശ്വസ്തത, മരണപര്യന്തം വിശ്വസ്തത പുലർത്തിയാൽ ജീവകിരീടം ലഭിക്കുമെന്നാണ് പറയുന്നത്, എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ കിരീടങ്ങളെ പറ്റി പറയണമെന്ന് വിചാരിച്ചാലും പറയുന്നില്ല. 2 കാരണങ്ങളാണ്. എന്റെ ഈ ഫോണിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും 100 ഫുൾ പിന്നെ ചാർജുമായിട്ട് തുടങ്ങിയത്. ഇപ്പൊ എഴുതി കാണിച്ചു ഇനി 10 കൂടെ ഉള്ളൂ എന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീട്ടാൻ നിവർത്തിയില്ല. ബാറ്ററി കുറച്ച് പഴയ ഫോണാ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ജീവകിരീടം ലഭിക്കും. കർത്താവിന് വെച്ചാൽ അടുത്ത ആഴ്ച കിരീടങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കും. ഒടുവിൽ പറയുകയാണ് പാരിതോഷികം. വായിച്ചാട്ട് 11-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു, അത് ആത്മാവ് സഭകളോട് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി അത് ആവർത്തിക്കേണ്ടതില്ല. ദൈവസഭയോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കണം. ആര് ദൈവസഭയിൽ സംസാരിച്ചാലും പരിശുദ്ധാത്മാവ് തരാത്ത ഒരക്ഷരം മിണ്ടാൻ പാടില്ല. നമ്മൾ ഓർത്തതാണ്, ആവർത്തിക്കുന്നില്ല. ഒടുവിൽ പറയാണ് ജയിക്കുന്നവന്. നമ്മൾ ഓർത്തു ജയിക്കാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്നാണ് അതിന്റെ ആശയം. രക്ഷിക്കപ്പെടുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഏതാണ് ഈ 2-ാം മരണം? 2 വാക്യം വായിച്ച്, ഒരു വാക്യമായാലും മതി. 20-ന്റെ 14 വായിച്ചാട്ടെ. വെളിപ്പാട് 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക്ക് 2-ാമത്തെ മരണം. ഈ തീപ്പൊയ്കയാണ് 2-ാം മരണം. ഏതാണ് 2-ാം മരണം? അത് നരകമാണ്. 21-ന്റെ 8 വായിച്ചു, തൊട്ടടുത്തുണ്ടല്ലോ. 21-ന്റെ 8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. അപ്പൊ തീ പൊയ്കയാണ്, അല്ലെ നരകമാണ് 2-ാം മരണം. രക്ഷിക്കപ്പെടുന്നവർക്ക് 2-ാം മരണം ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്മുർനെ പറ്റിയുള്ള ഒരു പഠനമാണ് നമ്മൾ ചെയ്തത്. ഏകദേശം 1.25 മണിക്കൂറോളം നമുക്ക് അവരെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു. കയ്പെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ കയ്പിന്റെ അനുഭവത്തിലൂടെയും കഷ്ടതയുടെ അനുഭവത്തിലൂടെയും പോയെങ്കിലും നന്മ മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. കർത്താവ് പരിചയപ്പെടുന്നത് കൊണ്ട് കർത്താവ് കൂടെ ഉണ്ട് എന്ന നിലയിൽ കർത്താവ് അവർക്ക് ധൈര്യം പകരുകയാണ്. അവർക്ക് വരാൻ പോകുന്ന കഷ്ടതകളെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ കർത്താവ് അവരെ ഓർമ്മിപ്പിച്ചു. എന്നാ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ പറയുന്നു. അവർക്ക് അതിമനോഹരമായ ഒരു കിരീടം ഓഫർ ചെയ്യാണ്, ജീവ കിരീടം. ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജയിച്ചവരാണ്. ആരൊക്കെ ജയിച്ചിട്ടുണ്ടോ, ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അവർ നരകത്തെ പറ്റി പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ക്ലാസ് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.
ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ഇന്ന് ചിന്തിച്ച ഭാഗത്തു നിന്ന് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള ഒരു അവസരമാണ് ചില മിനിറ്റുകൾ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓപ്പൺ ആണ്. ആർക്കും ഇന്ന് ഇല്ലെന്ന് വിചാരിക്കാം. സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ആണെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാനത് പിന്നെ അതിന് മറുപടി ഓരോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിലും പറയാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ച് ആർക്കും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് സന്തോഷം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ നയിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് എടുത്തുപയോഗിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. തനിക്ക് ആരോഗ്യവും ബലവും കർത്താവ് ധാരാളമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകരിൽ ഈ ദൂത് എത്തിച്ചേരുവാൻ തക്കവണ്ണമുണ്ട്. ഇനിയും അനേകർക്ക് ഇതൊരാശ്വാസമാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനിൽ കൂടെ അത് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ ബിജു ബേബി ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ക്ലാസ് നമുക്ക് ലഭിക്കാനിടയായി. കയ്പിന്റെ അനുഭവമുള്ള സഭയെ ദൈവം ഉറപ്പിച്ച വാചകങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് കേൾക്കാനിടയായത്. അവസാനമായി നമ്മൾ കേട്ടത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഈ ദൂത് സ്വർണ്ണയോട് എന്ന സഭയോട് പറഞ്ഞെങ്കിലും ലോകത്തുള്ള എല്ലാ ദൈവമക്കളോടുമുള്ള ഒരു ദൂതായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളോട് ഭയപ്പെടേണ്ട എന്നും നമ്മൾ ധൈര്യമായിരിക്കുക എന്നും മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ ജീവികിരീടം പ്രാപിക്കുമെന്നുള്ള ആ ദൈവിക കാഴ്ചപ്പാടും ദൂതും ഇന്ന് രാത്രി ഒന്നും കൂടി പ്രാപിച്ച് ഉറപ്പിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. ദൈവദാസനെ എത്രത്തോളം ദൈവം ബലപ്പെടുത്തി, പിന്നെയും ദാസനെ കർത്താവ് ശക്തീകരിക്കട്ടെ. ആരോഗ്യവും ബലവും കർത്താവ് നൽകി ദൈവത്തിന് ധാരാളമായി പഠിപ്പിക്കുവാനും കർത്താവിനെ ദാസനെ ദൈവം ബലപ്പെടുത്തിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുവല്ലോ. വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, അവിടുത്തെ വചനത്തെ കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചുവല്ലോ. നിർദാസന ദൈവം അതിനായി ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവിന്റെ എല്ലാ കൃപകളും ദാസന മീത് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായി ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ബലപ്പെടുത്തുമാറാകണമേ. അവിടുത്തെ വചനം കർത്താവെ പഠിച്ച് അത്യന്ത തിരുനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവിടുത്തെ വചനത്തിൽ ഉറയ്ക്കുവാൻ, ശക്തിയോടെ നിലകൊള്ളുവാൻ എല്ലാവരും ദൈവം ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ഭയപ്പെടാതെ വണ്ണം ഉറച്ചു നിൽക്കുവാനും ധൈര്യത്തോടെ നിൽക്കുവാനും മരണപര്യന്തം കർത്താവ് വിശ്വസ്തയോടെ ആയിരിക്കാനും ജീവികരണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൊള്ളാവുന്നവരായി നിലകൊള്ളുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രി എല്ലാവരും നീ ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കണമേ. ആമേൻ. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നതോടെ നിങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. പിരിയാത്ത ദൈവസാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. കാണുമേലും കർത്താവിനെ കൃപയ്ക്ക് ഞങ്ങളെ പുതിയമാറാക്കണമേ. അവിടുത്തെ ഒരുവെങ്കിലും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും കർത്താവ് എല്ലാവരും ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. പ്രാർത്ഥനയോടെ നികട്ടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർവവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും ഭൂലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ ആദ്യ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയ സ്നേഹത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്
അനേകര് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും ഉള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഇതിന് ശേഷവും യൂട്യൂബിൽ കൂടെ അനേകര് ഈ ക്ലാസ്സുകൾ ശ്രമിക്കുന്നുണ്ട്. അവരോടുള്ള നന്ദിയ സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനായി ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ലോർഡ്. താങ്ക് യു. ഒത്തിരി നന്ദി. കർത്താവ് താങ്ക് യു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.